നമ്മൾ സമാഗമന കൂടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 1-ാം അധ്യായം മുതൽ 24-ാം അധ്യായം വരെ എന്താ വാസ്തവത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാൻ പോവുകയാണ്. 1-ാം അധ്യായം മുതൽ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ 24-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ മോശ നമുക്ക് പറഞ്ഞു തരുന്ന പുറപ്പാടിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട നാഴികക്കല്ലുകൾ. ഓരോ അധ്യായത്തിലും ചിലപ്പോൾ 1-2 സെൻറ്റൻസ് ആയിരിക്കും ഞാൻ പറയുക, എങ്കിലും അത് ക്രമീകൃതമായ തരത്തിൽ നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിൽ കുറിച്ചിടുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പുസ്തകം പഠിക്കേണ്ടതെന്നും എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്നുള്ളതും നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഗ്രഹിക്കുവാൻ ഇടയാകും. ഞാൻ സ്പീഡ് കുറച്ച് പറയാം, വളരെ സ്ലോലി പറയാനായിട്ട് ശ്രമിക്കാം. കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് തരണമെന്നുള്ളൊരു ആഗ്രഹവും ആവേശവും ഉള്ളതുകൊണ്ട് സ്പീഡ് കൂടിപ്പോകുന്നതാണ്. സ്പീഡ് കൂടുമ്പം നിങ്ങൾക്ക് ഇടയ്ക്കൊരു സിഗ്നൽ കാണിച്ചാൽ ഞാനത് സ്പീഡ് കുറച്ച് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 18-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോഴാണ് അവിടെ എങ്ങനെയാണ് ദൈവം ഇവരെ പുറപ്പെടുവിച്ചത് എന്നുള്ള കാര്യം കാണുന്നത്. പുറപ്പാട് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പുറപ്പാടാണ്, ഓർക്കുന്നുണ്ടല്ലോ. 1 മുതൽ 18 വരെ, 19 മുതൽ 24 വരെ ന്യായപ്രമാണമാണ്. ഈ 2 ഭാഗങ്ങളും കൂടെ ചേർത്ത് നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു നിന്നാൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാനേ പറ്റുള്ളൂ. അതായത് സമാഗമന കൂടാരവും അതിനുശേഷം വരുന്ന ലേവ്യ പുസ്തകവും അതിനുശേഷം വരുന്ന സംഖ്യാപുസ്തകവും ആവർത്തന പുസ്തകവും ഗ്രഹിക്കണമെങ്കിൽ അടിസ്ഥാനം നന്നായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വീണ്ടും പുറകോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം ഈ 19 അധ്യായങ്ങൾ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടല്ല, 24 അധ്യായങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ. എന്നാൽ കുറച്ചുകൂടെ ഒന്ന് പരിചയപ്പെട്ടാൽ അത് പ്രയോജനകരമാകും എന്നെനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ലഭിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടും ആ വഴിക്ക് കൊണ്ടുപോകുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുസ്തകത്തിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ കണ്ടു. ഗോയിങ് ഔട്ട്, ദി ഔട്ട് ഗോയിങ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവർ എവിടെ നിന്നാണ് ഔട്ട് ഗോയിങ്ങിലേക്ക് വരേണ്ടത് വന്നതെന്ന് ചോദിച്ചാൽ ഫ്രം ഈജിപ്റ്റ് എന്ന് നമ്മൾ ഉടനെ പറയും. അപ്പോൾ നമ്മുടെ ലൈഫിനോട് അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളും ഫറവോൻ്റെയും അല്ലെങ്കിൽ പാപത്തിൻ്റെയും പിശാചിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു. ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അല്ലെങ്കിൽ മാറ്റി എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നമുക്കുണ്ടായ അനുഭവം. അതിൻ്റെ ഒരു നിഴൽ, അതിൻ്റെ ഒരു പ്രതീകമാണ് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 1-ാം അധ്യായത്തിൽ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. 1-ാം അധ്യായത്തിൽ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വി റീഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹിസ്റ്ററി, വിച്ച് മീൻസ് ഈ പഴയ ഉൽപ്പത്തി പുസ്തകത്തിൽ 70 പേര് ഈ ഈജിപ്തിലേക്ക് വന്നു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. എന്നാൽ 400 കൊല്ലം മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ്, 4 centuries വിൽ ടേക്ക് ലോട്ട് ഓഫ് ചേഞ്ചസ്. നമ്മൾ പുറകോട്ട് തിരിഞ്ഞൊരു 50 കൊല്ലം പുറകോട്ട് നോക്കിയാൽ 50 കൊല്ലം മുമ്പുള്ള കാക്കനാടല്ല, 50 കൊല്ലം മുമ്പുള്ള ആലുവയല്ല, 50 കൊല്ലം മുമ്പുള്ള എറണാകുളമല്ല എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് നോട്ട് ഓൺലി ഇൻ ബിൽഡിങ്സ്, നോട്ട് ഓൺലി ഇൻ ദി ലേയിങ് ഔട്ട് ഓഫ് ദി സിറ്റി, ബട്ട് ഇൻ ലൈഫ്, ഇൻ ആക്ടിവിറ്റി, എല്ലാ കാര്യത്തിലും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞതുപോലെ ഈ 430 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും 70 പേരായിട്ട് വന്ന ആളുകൾ ഏതാണ്ട് 25 ലക്ഷമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ജോസഫിനെയും പഴയ ചരിത്രവും അറിയാൻ പാടില്ലാത്ത ഒരു ഫറവോൻ എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല, രാജസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഒരു രാജാവിന് അന്ന് അവിടെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെയുള്ള രാജാക്കന്മാർ അധികാരത്തിൽ വന്നു. അവർ ഈ ഒരു അന്യജാതിക്കാരെ എന്തിനാണ് ഇവിടെ സ്വതന്ത്രമായിട്ട് വിട്ടേക്കുന്നതെന്നുള്ളത് കൊണ്ട് അവരെ എൻസ്ലേവ് ചെയ്തു, അവരെ അടിമകളാക്കി, അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിപ്പിച്ചു. അവരെ പ്രധാനമായിട്ടും ഇഷ്ടിക ഉണ്ടാക്കുന്നതിനായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ കഷ്ടത ദൈവം കണ്ടു, അവരുടെ നിലവിളി ദൈവം കേട്ടു, അവരെ സഹായിക്കാൻ ദൈവം ഇറങ്ങി വന്നു. സോ ദി പ്രോസസ് ഓഫ് ഡെലിവറൻസ് സ്റ്റാർട്ട്സ് ദെയർ. ദൈവമാണിത് ഇനീഷ്യേറ്റ് ചെയ്തത്. ഇവർ ദൈവത്തോട് ഒരിക്കലും ഞങ്ങൾ വിടുവിക്കപ്പെടണം, ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം, ഞങ്ങളെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം എന്നെപ്പോഴെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടോ? ഇല്ല. ഊഴിയ വിചാരകന്മാരവരെ പീഡിപ്പിച്ചത് കൊണ്ടും ഊഴിയ വേലയുടെ കാഠിന്യം കൊണ്ടും അവർ നെടുവീർപ്പിട്ടു. അവർ നിലവിളിച്ചെന്ന് പറഞ്ഞാൽ എന്താ നിലവിളിച്ചതെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ദേ ക്രൈഡ് ഔട്ട് ടു ദ ലോർഡ്. സോ നമ്മുടെ ദീർഘനിശ്വാസങ്ങൾ പോലും മുകളിൽ നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് അറിയണം. നമ്മൾ ആരെങ്കിലുമൊക്കെ വിഷമപ്പെട്ട് ഇടയ്ക്കൊക്കെ ഞരങ്ങുകയോ മൂളുകയോ കരയുകയോ വിഷമിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ഫീലിംഗ് യുവർ പൾസ്. നമ്മുടെ പൾസ് ദൈവം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ വികാരങ്ങൾ കൊണ്ട് യു ക്യാൻ ടച്ച് ഹിം വിത്ത് യുവർ ഫീലിങ്സ്. നമ്മുടെ വികാരങ്ങൾ കൊണ്ട് ദൈവത്തെ നമുക്ക് സ്പർശിക്കാൻ സാധിക്കും. ദൈവം നമ്മുടെ കഷ്ടത കാണുമ്പോൾ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ
മഹത്വപ്പെടുത്തും. ഇവരെ വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വരുന്നു. ദൈവം അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ദൈവം അന്വേഷിച്ചത് ഒരു ഡെലിവററെ ആണെന്നുള്ള കാര്യം ദൈവത്തിൻ്റെ എല്ലാ പ്രോഗ്രാമിലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഗോഡ് ഡസ് എവറിതിങ് ത്രൂ എ മാൻ. ഒരു ആളെയാണ് ദൈവം നോക്കുന്നത്. ഡെലിവറൻസിന് വേണ്ടി ഒരു വിമോചകനെ ദൈവം കണ്ടെത്തി. ആ വിമോചകൻ്റെ പേരാണ് മോശ. രണ്ടാം അധ്യായത്തിലാണ് ഈ വിമോചകൻ പ്രത്യക്ഷപ്പെടുന്നത്. രണ്ടാം അധ്യായത്തിൽ വിമോചകനായിട്ട് ജനിച്ച മോശ 40 കൊല്ലം ആ രാജകൊട്ടാരത്തിൽ തൻ്റേതല്ലാത്ത ഒരു രാജകൊട്ടാരത്തിൽ വളരുന്നതാണ് നമ്മൾ കാണുന്നത്. ദിസ് ഈസ് ഗോഡ്സ് വണ്ടർഫുൾ പ്ലാൻ ഓഫ് റേസിങ് എ ചൈൽഡ് ഓർ എ പേഴ്സൺ ഫോർ ഹിസ് വർക്ക്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം ഒരാളെ തിരഞ്ഞെടുത്ത് അത്യത്ഭുതകരമായിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുന്നതിൻ്റെ സുന്ദര ചിത്രമാണ് രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ തൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് ചെയ്ത കുറേ അബദ്ധങ്ങൾ നമുക്കെപ്പോഴും പറ്റുന്ന ദൈവവേലയിൽ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മളെ ദൈവം വിളിച്ചെന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ദൈവം നമുക്ക് ദൗത്യം തന്നിട്ടുള്ളത് ശരിയാണെങ്കിലും ആ പരിശീലനം പൂർത്തിയാക്കാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അബദ്ധങ്ങൾ കാണിക്കും, എടുത്തുചാട്ടങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആക്ച്വലി വി സീ ദ കോൾ ഓഫ് മോസസ്. ദൈവം മോശയെ വിളിക്കുന്നതാണ്. ഇതുവരെ മോശ തന്നെ ആ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. ബട്ട് ഇൻ ദി 3rd chapter ഗോഡ് ഈസ് കോളിങ് ഹിം. അല്ലേ? ദൈവം മോശയെ വിളിച്ചു. മോശയെ എന്ന് ദൈവം വിളിച്ചു. പേഴ്സണലി പേര് ചൊല്ലി, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവനാകും എന്ന് നാം പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവം പേര് ചൊല്ലി തന്നെ മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ചൊരു വണ്ടർഫുൾ പ്ലാനുണ്ട്. നീ ഒരു വലിയ ദൗത്യം നിർവഹിക്കണം. അതിന് നിനക്ക് ഇനി കുറച്ചുകൂടെ പരിശീലനം വേണം. സോ ഗോഡ് ട്രെയിൻഡ് ഹിം ഇൻ മിഡിയാൻ ഫോർ അനദർ 40 years. 40 കൊല്ലം രാജകൊട്ടാരത്തിൽ പരിശീലിപ്പിച്ച ചരിത്രം രണ്ടാം അധ്യായത്തിൽ, 40 കൊല്ലം മരുഭൂമിയിൽ പരിശീലിപ്പിച്ച ചരിത്രം ഏതധ്യായത്തിൽ? മൂന്നാം അധ്യായത്തിലാണ് നമ്മൾ ആ പരിശീലനത്തിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നത്. അപ്പോൾ ഈ പരിശീലനം മരുഭൂമിയിൽ കൊടുത്തപ്പോൾ ഇതെന്തിനായി മരുഭൂമിയിൽ കൊണ്ടുപോയി ഈ മനുഷ്യനെ പരിശീലിപ്പിക്കുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നിയെങ്കിൽ കുറേ കഴിഞ്ഞ് ഇവരെ പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരെ ഈ മരുഭൂമിയിൽ കൂടിയാണ്. സോ ദ ലീഡർ നീഡഡ് ടു ഗെറ്റ് ടു നോ ദ ഡെസേർട്ട്, ദ വിൽഡർനെസ്. ഇവരെ കൊണ്ടുപോകാൻ പോകുന്ന മരുഭൂമി ഏത് തരത്തിലുള്ളതാണെന്നും അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്നും ഇദ്ദേഹത്തെ നേരത്തെ പരിശീലിപ്പിക്കണമെന്ന് ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ദൈവം കൊണ്ടുപോകുന്നത് ഒന്നും വൃഥാവല്ലെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഐ എം റിലേറ്റിംഗ് തിങ്സ്. മനസ്സിലായോ? അപ്പം രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നതും ദൈവത്തിൻ്റെ പ്ലാനാണ്, മരുഭൂമിയിൽ കൊണ്ടുപോയതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാരണം ഈ മരുഭൂമിയിലേക്ക് ഇനി ഒരു വലിയ ജനസഞ്ചയത്തെ നയിക്കുവാൻ തക്കവണ്ണം ഇവനെ പരിശീലിപ്പിക്കുമ്പോൾ ആദ്യം ഇവൻ അവിടെ പോയിരിക്കണം. നമ്മൾ പോയിട്ടില്ലാത്ത മേഖലകളിലേക്ക് നമുക്ക് മറ്റുള്ളവരെ കൊണ്ടുപോകുവാൻ സാധിക്കുകയല്ല. മിനിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ പോയ മേഖലകളിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ നയിക്കലാണ് എന്ന് പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ മോശയെ അങ്ങനെ ദൈവം പാകപ്പെടുത്തുന്നതാണ് മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണും. അതുമാത്രമല്ല, മൂന്നാം അധ്യായത്തിൽ കാണുന്ന വിളി എന്ന് ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേക ശ്രദ്ധേയമാണ്. അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ, ലുക്ക് അറ്റ് യുവർ കോൾ. അപ്പോൾ നമ്മളെ ദൈവം വിളിച്ചതെന്നുള്ളത് ഉറപ്പ് വേണം. എന്തിനാണ് വിളിച്ചതെന്നുള്ളത് ഉറപ്പ് വേണം. ആ കോളെന്ന് പറയുന്നത് ഒരു സാങ്കേതിക പദമാണ്. ബൈബിളിലെ ഒരു ടെക്നിക്കൽ ടേമാണ് കോൾ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വിളി. ദൈവം വിളിച്ചിട്ട് വേണം. ദൈവം വിളിക്കുന്നവനല്ലാതെ, അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. യേശുവും ദൈവത്തിൻ്റെ പുത്രനായിരുന്നെങ്കിലും ദൈവം അവനെ വിളിച്ച് ആ സ്ഥാനത്ത് ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കണം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. മേക്ക് ഷുവർ യുവർ കോളിങ്, മേക്ക് ഷുവർ യുവർ ഇലക്ഷൻ. ദൈവം നമ്മളെ വിളിച്ചു എന്നുള്ളത് നമുക്ക് നല്ല ഉറപ്പ് വേണം. ആ വിളിയിൽ ഒരു ഉറപ്പില്ലാത്ത ആളുകൾക്ക് പിന്നെ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു പോകാനൊക്കെയല്ല. നൗ വെൻ യു മൂവ് ഇൻ ടു ദ 4th chapter, 4ാമത്തെ അധ്യായത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഗോഡ് ഈസ് അനൗൺസിങ് ഹിസ് പ്രോഗ്രാം ഫോർ ദ ഡെലിവറൻസ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിനെ വിടുവിക്കുന്നതിനുള്ള ദൈവിക പദ്ധതി ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി തുടങ്ങുകയാണ്. ദൈവം എല്ലാവരോടും മൈക്ക് കെട്ടി അനൗൺസ് ചെയ്യുകയല്ല. ദൈവീയത ആരെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, ആരെയാണ് പരിശീലിപ്പിക്കുന്നത്? മോസസിനെ. ആദ്യം മോസസിനെ പരിശീലിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ ജനത്തെ, അല്ലെങ്കിൽ ആദ്യം പത്രോസിനെ മാനസാന്തരപ്പെടുത്തിയെങ്കിൽ മാത്രമേ പത്രോസിന് ജാതികളെ മാനസാന്തരപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം പുതിയ നിയമത്തിൽ മനസ്സിലാക്കുന്നത് പോലെ മോശയ്ക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ മോശ പോയി ജനത്തെ അതിനായിട്ട് ഒരുക്കി അവരെ അവിടുന്ന് വിടുവിച്ച് കൊണ്ടുവരികയുള്ളൂ. സോ ഗോഡ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോജക്റ്റ് മോശയുടെ കയ്യിൽ കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം. നീ ഇതൊന്ന് പഠിക്കുക. ഈ പ്രോജക്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന് വല്ലതും പറയാം അല്ലേ, ചീഫായിട്ടിരിക്കാനായിട്ടാണ് നിന്നെ ഞാൻ
തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ നീ ആദ്യം ഈ പ്രോജക്റ്റ് ഒന്ന് വായിച്ച് പഠിക്കാൻ പറഞ്ഞ് 4-ാം അധ്യായത്തിൽ ആ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. അവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആവർത്തിച്ച് പറഞ്ഞതും നമ്മൾ ഓർത്തിരിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. മിസ്രൈമിലെ ദേവന്മാരെക്കാൾ ശക്തനായ, അനാദിയായും ശാശ്വതമായും ഇരിക്കുന്ന പുരാതനായ ദൈവം ഞാനാണ്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എനിക്കുള്ളവരാണ്, നിങ്ങളിങ്ങനെ ഊഴിയവേല ചെയ്യേണ്ടവരല്ല. അതുകൊണ്ട് ആ ജനത്തെ ആരാധനയ്ക്കായിട്ട് വിടുവിക്കുക, പുറപ്പെടുവിക്കുക. അപ്പോൾ എന്തിനാണ് പുറപ്പെട്ടത്? പുറപ്പാട് പുസ്തകം പഠിക്കുന്നത് എന്തിനാണ് പുറപ്പെട്ടത്? എന്നെ ആരാധിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ ജനത്തെ പുറപ്പെടുവിക്കുമ്പോൾ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന പ്രോജക്റ്റ് ഡീറ്റെയിൽസാണ് 4-ാം അധ്യായത്തിൽ. ആ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ. 5 മുതൽ 10 വരെയുള്ള അധ്യായത്തിൽ അതിൻ്റെ വർക്കിംഗ് ഔട്ട് എങ്ങനെയാണെന്നുള്ളത് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ട് പറയുന്നു, ഐ എം ഗോയിങ് ടു സെൻഡ് സർട്ടൻ പ്ലേഗ്സ്, ഞാൻ ചില ബാധകൾ ഈ ജനത്തിൻ്റെ മേൽ അയക്കുവാൻ പോവുകയാണ്. ബാധകളെക്കുറിച്ച് നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ ഉണ്ടല്ലോ. എത്ര ബാധകൾ അയച്ചു? 10 ബാധകൾ അയച്ചു. ഈ ഓരോ ബാധകളും അയച്ചത് എന്തിനാണെന്നും അത് ഓരോന്നും ഏത് തരത്തിൽ വർക്കൗട്ട് ചെയ്യണമെന്നും എപ്പോൾ നടപ്പാക്കണമെന്നും എപ്പോൾ പിൻവലിക്കണമെന്നും ഫറവോൻ്റെ പ്രതികരണം ഇതിനോട് എന്തായിരിക്കുമെന്നും എല്ലാം ദൈവം വളരെ കൃത്യമായിട്ട് മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോശയുടെ പരാതികൾക്കെല്ലാം ദൈവം മറുപടി കൊടുക്കുന്നുണ്ട്. മോശയെ സഹായിക്കുവാൻ അഹരോനെ കൂടെ വിടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് 10 വരെയുള്ള അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. ആൻഡ് വെൻ യു മൂവ് ഇൻ ടു ദ 11th ചാപ്റ്റർ, 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് റെഡി ടു ലീവ്, പ്രിപ്പറേഷൻ ഫോർ ലീവിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു യാത്രയുണ്ടെങ്കിൽ ആ യാത്രയുടെ തലേദിവസം ഒരുങ്ങും. വി വിൽ പ്രിപ്പയർ. സോ പ്രിപ്പറേഷൻ ഫോർ ദ ജേണിയാണ് 11th and 12th ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. 11, 12 അധ്യായത്തിൽ കാണുന്നത് ഈ ദൂരയാത്രയ്ക്ക് വേണ്ടി ജനം ഒരുങ്ങുന്നു. അങ്ങനെ ഒരുങ്ങിയ സമയത്ത് ചില പ്രത്യേക തരത്തിൽ അത് ചെയ്യണമെന്നും ഈ ജനത്തെ കൊള്ളയടിക്കണമെന്നും ഇവിടുന്ന് കുറേ സാധനങ്ങളും കൂടി കൊണ്ടുപോകണമെന്നും ഒക്കെ ദൈവം പറയുന്നു. ആ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കുറച്ച് പഠിച്ചത് നിങ്ങൾക്ക് ഇവിടെ റിക്കോൾ ചെയ്യാം. എന്നിട്ട് 12-ാം അധ്യായത്തിലാണ് പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ എന്ന് പറയുന്ന നിയമം അവർക്ക് കൊടുക്കുന്നത്. 11, 12 അധ്യായത്തിൽ അവരുടെ പ്രിപ്പറേഷൻ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ 12-ാം അധ്യായത്തിലാണ്. 12-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ഓർക്കുക, ഒരാടിനെ എടുക്കണം, അറക്കണം. മറന്നുപോയോ? നമ്മൾ 6-7 കാര്യങ്ങൾ പഠിച്ചതാണല്ലോ. 7 കാര്യങ്ങൾ പഠിച്ചു. ഓരോരുത്തരും ഒരാടിനെ എടുക്കണം, അതിനെ അറക്കണം, അതിൻ്റെ രക്തം തളിക്കണം, പിന്നെ അതിൻ്റെ മാംസം തിന്നണം. അപ്പോൾ പുളിപ്പുള്ളതൊന്നും അവിടെ ഉണ്ടാകുവാനായിട്ട് പാടില്ല. കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം. അത് തിടുക്കത്തോടെ റെഡി ടു ലീവ് തിന്നണം. ഇങ്ങനെ 7 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചത് ഓർക്കുക. അതിൻ്റെ എല്ലാം അർത്ഥവും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എടുത്ത ആട് കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നമുക്ക് കാണാം. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പോൾ ആ ക്രിസ്തു നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തു, അറുക്കപ്പെട്ടു. എന്നിട്ട് വിശ്വാസത്തിൽ നാം രക്തം തളിച്ചു. ദൈവവചനം ആണ് കർത്താവ്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ആഹരിച്ചു. അതിനകത്ത് പുളിപ്പുണ്ടായിരുന്നില്ല, അത് പാപത്തോടുള്ള വിടപറയലാണ്. അതുപോലെ തന്നെ കയ്പ് ചീര കാണിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്, ചെയ്സനിങ്. നമ്മളെ തന്നെ ഒന്ന് വെടിപ്പാക്കുന്നു. അത് ഇച്ചിരി ബിറ്ററാണ്, കാരണം നമുക്ക് വളരെ ടേസ്റ്റി അല്ല, കയ്പ് ചീരയാണ്. എന്നാലും വേണ്ടാത്തതൊക്കെ നമ്മൾ നീക്കിക്കളയുന്നു. എന്നതൊരു പ്രത്യാശയുണ്ട്. വി ആർ ഈറ്റിംഗ് ദിസ് വിത്ത് ഹോപ്പ്. വളരെ പ്രത്യാശയോടെ, തിടുക്കത്തോടെ, കാലിൽ ചെരുപ്പിട്ട് വടി പിടിച്ച് അര കെട്ടിക്കൊണ്ടാണ് ഇത് ആചരിക്കുന്നത്. സംഹാരദൂതൻ കടന്നു വരുന്നു. അവിടെ ആദ്യജാതന്മാർ സംഹരിക്കപ്പെടുന്നു, ദൈവജനം വിടുവിക്കപ്പെടുന്നു. 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, ശക്തിയുള്ള കൈയും യേശുവിൻ്റെ രക്തവും, അല്ലേ? ദൈവം വിടുവിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി, അതുപോലെ തന്നെ ഇവരെ രക്തത്താൽ വിശുദ്ധീകരിച്ചു. ഈ 2 കാര്യങ്ങളും ചെയ്തത് 11, 12 അധ്യായത്തിലുണ്ട്. ഞാൻ നിർത്തിയത് ഇത്രയും കാര്യങ്ങൾ ഏതാണ്ടൊക്കെ നമുക്ക് അറിയാം. ഇനിയത്തെ കാര്യമാണ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ അവർ വിടുവിക്കപ്പെട്ടു. ദേ ആർ ഔട്ട് ഓഫ് ഈജിപ്റ്റ്, അല്ലേ? അപ്പോൾ അവർ വിടുവിക്കപ്പെട്ടു. ഇനി നിങ്ങളെന്തെങ്കിലും ദൈവത്തെ ആരാധിക്കണം. അപ്പം ഉടനെ അവർ എന്ത് ചെയ്തു? ആരാധന അങ്ങ് ആരംഭിച്ചു. നമുക്ക് ആരാധനയ്ക്ക് മുമ്പായിട്ട് പ്രാർത്ഥിക്കാം എന്ന് മോശ പറഞ്ഞു. 2-3 പാട്ടുകൾ പാടട്ടെ. 1 മണിക്കൂർ നേരം ആരാധന, സാക്ഷ്യങ്ങൾ, ഭജന ശുശ്രൂഷ, അങ്ങനെ ഒരു ആരാധന അങ്ങ് നടത്തി, അല്ലേ? എന്തിയെ എങ്ങനെയാണ്?
എങ്ങനെ ആരാധിക്കേണ്ടതെന്ന് അല്ല, അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു ടോട്ടൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പിന്നെയും കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അപ്പോൾ 13, 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിടുവിക്കപ്പെട്ട ജനത്തിന്, ഈ രക്ഷിക്കപ്പെട്ട ഉടനെ നമ്മുടെ ഒരു വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, ഐ എം റിലേറ്റിംഗ് ഇറ്റ് ടു ദി ന്യൂ ടെസ്റ്റമെൻറ്റ് ഇസ്രയേൽ. വിടുവിക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ ആളുകളുടെ വിചാരം ഒരു 2 ആഴ്ച കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കനാൻ ദേശത്ത് എത്തിച്ചേരും, ഞങ്ങൾക്ക് അവിടെ പാലും തേനും ഒഴുകുന്ന ഒരു അനുഭവം. പക്ഷേ ഇതൊരു 40 കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മളല്ലാതെ ക്ഷീണിച്ച് തളർന്ന് ഇനി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കാനും പറയാനും, പിന്നെ രാവിലെ പറഞ്ഞതുപോലെ ദൂഷണം പറയാനും പിറുപിറുക്കാനും വേളം ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങുന്നത്. രക്ഷിക്കപ്പെട്ട് ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നേരെ കനാനിലേക്ക് ഒരു ചാട്ടമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, വണ്ടർഫുള്ളായിരുന്നു. പക്ഷേ അതിനിടയ്ക്കാണ് പണി മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഈ അധ്യായങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തുന്നു. സോ 13-14 ചാപ്റ്റേഴ്സിൽ നമ്മൾ കാണുന്നത് ക്രോസിങ് ഓഫ് ദ റെഡ് സീ. അതായത് ഇവരിങ്ങോട്ട് വിടുവിക്കപ്പെട്ട് ഇങ്ങ് പോകുന്ന ഉടനെ തന്നെ അവരുടെ പുറകെ ഒരു പുനർവിചിന്തനം ആർക്കുണ്ടായി പുനർവിചിന്തനം? ഫറവോനുണ്ടായി. നമ്മളെ വിട്ടുകളഞ്ഞത് അത്ര ശരിയായില്ല. ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം വ്യാപരിപ്പിച്ചതുകൊണ്ട് ഗത്യന്തരമില്ലാതെ നമ്മളെ വിട്ടുകളഞ്ഞത് മാത്രമേ ഉള്ളൂ, മനസ്സുണ്ടായിട്ട് വിട്ടതല്ല. യു അണ്ടർസ്റ്റാൻഡ്? ഗത്യന്തരം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ പിശാചിന് അവിടെ കാരണം മനുഷ്യപുത്രൻ വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. അത് അഴിച്ച് നമ്മളെ പുറത്ത് കൊണ്ടുവന്നത് കൊണ്ട്, നമ്മളെ കെട്ടി അവിടെ ഇടാൻ പറ്റാഞ്ഞത് കൊണ്ട് അവൻ അങ്ങ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിലർക്കൊക്കെ വിട്ടുപോയത് പിന്നെ ഓർത്തെന്ന് പറഞ്ഞതുപോലെ, ഇത് ആദ്യം ഓർത്ത പുള്ളിയാണ് ഫറവോനും അവൻ്റെ സൈന്യവും. അവൻ ഓർത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ ഓർക്കുന്നത്. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. എന്നാൽ അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ച് എന്ന് കുറച്ച് പേരെക്കുറിച്ച് പറഞ്ഞല്ല, ഇസ്രായേൽ മക്കളെക്കുറിച്ചും മുഴുവനല്ല, കുറച്ച് പേരെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവരെ വിട്ടുകളഞ്ഞവന് ദുഃഖമുണ്ടായി. അപ്പോൾ അവനെന്ത് ചെയ്തു? അവൻ്റെ സർവ്വ സൈന്യവുമായിട്ട് പുറകെ വന്നിട്ട് എങ്ങനെയെങ്കിലും ഇവനെ പിടിച്ച് തിരികെ കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ ആവപ്പാടെ അങ്കലാപ്പായി അല്ലേ? 13-14 അധ്യായം എന്ന് മനസ്സിൽ കണ്ടേ. ഇവിടെ ആവപ്പാടെ ഭയങ്കര ബഹളമായി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അവിടെ കിടന്ന ഇഷ്ടിക ഉണ്ടാക്കി ചത്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, നീ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ജനം അവനോട് നിലവിളിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 13-14 അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, ജനം അവിടെ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ച് ഭയങ്കരമായിട്ട് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കി. അപ്പം പാട്ടുകാരൻ്റെ ഭാഷയെ പറഞ്ഞാൽ, മുമ്പിൽ ചെങ്കടൽ ആർത്ത് ഇരച്ചാൽ, അവിടെ ഇരച്ചുകൊണ്ടിരിക്കുകയാണ്. പിമ്പിൽ വൻ വൈരി പിന്തുടർന്നാൽ, പുറകിൽ വലിയ സൈന്യത്തിൻ്റെ ഘോഷം, മുമ്പിൽ ചെങ്കടലിൻ്റെ ഇരമ്പൽ. ഇതിൻ്റെ ഇടയ്ക്കാണ് ജനം. അത് ഇവിടുന്ന് പോരണ്ടായിരുന്നു, അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഇഷ്ടിക ഉണ്ടാക്കി കിടന്നാലും കുഴപ്പമില്ലായിരുന്നു എന്ന് ചിന്തിച്ച് തുടങ്ങിയെന്നവർ. നമുക്ക് 14 അധ്യായത്തിൽ നിന്നൊരു വാക്യം വേണമെങ്കിൽ വായിക്കാം, 10-ാം വാക്യം മുതൽ. ഫറവോൻ അടുത്ത് വരുമ്പോൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് മുന്നോട്ടിങ്ങോട്ട് പോരുമ്പോഴത്തേക്ക് പുറകെ വരുന്ന ആളുകളെ കാണുമ്പോഴത്തേക്ക് നമ്മളെയൊക്കെ വിട്ട് കളഞ്ഞല്ലോ എന്നോർത്ത് ഒത്തിരി പേര് പിശാചിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ആദ്യം നമുക്കുണ്ടാകുന്ന വികാരം, അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞത് ഭയപ്പെടേണ്ട എന്ന്. ഉയർപ്പിൻ്റെ സന്ദേശത്തിൽ ഒന്നാമത് പറഞ്ഞത് എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആരെങ്കിലുമൊക്കെ വന്നോട്ടെ, പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും പക്ഷേ ഇവർ ഭയപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ ഭയപ്പെട്ടു, അവർ ദൈവത്തോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ട് വന്നത്, നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ചെയ്തത് എന്ത് എന്നൊക്കെ പറഞ്ഞ് അവർ ആവരാതി പറയാനായിട്ട് തുടങ്ങി, കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ മോശ എന്ത് ചെയ്തു? 13-ാം വാക്യം, അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ, ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രയീമിനെ, അപ്പോൾ പുതിയ പാട്ട് കിട്ടിയെന്ന്, ഇന്ന് കണ്ട മിസ്രയീമിനെ കാണുകയില്ല. ചിലർക്കൊക്കെ പാടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല എന്നൊക്കെ പറഞ്ഞ് അവരൊന്നും പാടിയില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ആരാണ്ട് പാടിയതാണ്. അവർ ആവപ്പാടെ വല്ലാത്ത
മോശ അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം മോശ ആരാന്ന് നിങ്ങൾക്കറിയാം, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നവനാ. അതുകൊണ്ട് മോശയ്ക്കറിയാം, എന്നെ വിളിച്ച് ഈ ദൗത്യം ഏൽപ്പിച്ച എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല. ആരൊക്കെ പുറകെ വന്നാലും കുഴപ്പമില്ല. ഹി വിൽ നെവർ ലീവ് മീ നോർ forsake മീ, ഹി ഈസ് ഓൾവേസ് വിത്ത് മീ. അവൻ വഴി തുറക്കും. വഴി അടഞ്ഞിടുമ്പോൾ, വഴി അടഞ്ഞിവിടെ, പാട്ടുകാരൻ്റെ പാട്ടൊക്കെ നിങ്ങളൊന്ന് ഓർക്കുക. മുമ്പിൽ വഴി അടഞ്ഞു, പുറകിൽ വഴി അടഞ്ഞു, എങ്ങോട്ടും പോകാൻ പറ്റാത്തപ്പോൾ ഇതാ ദൈവം ഒരു വഴി തുറക്കാൻ പോവുകയാണ്. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ദൈവം ഒരു വഴി തുറക്കാൻ, അങ്ങനെ തുറക്കുമെന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് മോശ പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു, ചുരുക്കം പറഞ്ഞാൽ കേട്ടോ. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നേതാക്കന്മാർ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ജനത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ച്, അതേസമയം ഒരു കണ്ണ് മുകളിലോട്ട് പോകുന്നുണ്ടാവും, ദൈവമേ എന്ത് ചെയ്യണം ഞാൻ. പക്ഷേ ജനത്തിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ നിസ്സഹായനാണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ട. അപ്പോൾ ദൈവം ഇടപെട്ടു. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ യു ടു ക്രൈ ഔട്ട്. കരയാനും നിലവിളിക്കാനുമുള്ള സമയമല്ല. എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ആൻഡ് യു ഗോ ഫോർവേഡ്. വൈ ആർ യു ലുക്കിംഗ് ബാക്ക്? വൈ ആർ യു ക്രൈയിങ് ഔട്ട്? ആൻഡ് വൈ ആർ യു കോളിംഗ് അപ്പ്? ഗോ ഫോർവേഡ്. ഇതാണ് ദൈവം നമ്മളോട് പറയുന്നത്. വാക്യം വായിക്കാം. നമ്മൾ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. എങ്ങനെ മുന്നോട്ട് പോകുന്നത്? മുമ്പിൽ ചെങ്കടൽ ആർത്ത് ഇരയ്ക്കുന്നു, അതിനകത്തേക്ക് ചാടിക്കൊള്ളാനോ? അപ്പോൾ അവർ ചോദിക്കും, ആത്മഹത്യ ചെയ്യാനോ? അപ്പോൾ അതിന് കർത്താവ് പറഞ്ഞു, നീ ചെയ്യേണ്ട കാര്യം ചെയ്യണം, വടിയെടുത്തോ എന്ന് പറഞ്ഞില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞ വടി എടുക്കുക, ഞാൻ വഴി ഒരുക്കുവാൻ പോകുന്നു. സോ വഴിയില്ലാത്തടത്ത് ദൈവം എന്ത് ചെയ്തു? വഴിയൊരുക്കി. ചെങ്കടൽ പിളർന്നു. അവർ മേഘത്തിലും കടലിലും കൂടി കടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്നു. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മളെ മിസ്രൈമിൽ നിന്ന് ദൈവം വിടുവിച്ചു എന്നുള്ളത്. പക്ഷേ വിടുവിച്ചപ്പോഴും ദൈവത്തിനൊരു ഉറപ്പ് വേണം. നിങ്ങൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് പുറപ്പെട്ടു പോകുന്നതാണെങ്കിൽ ഫറവോനെക്കുറിച്ചാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അവനെ ആരാധിക്കുന്നത്. ഈ കടലിൻ്റെ തീരത്ത് വന്നപ്പം ആരെ ആരാധിച്ചത്? ദൈവത്തെ ആരാധിച്ചോ ഫറവോനെ ആരാധിച്ചോ? അപ്പം അതല്ലേ പറഞ്ഞ, മിസ്രൈമിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ഒരു ഗതികേടിലേക്ക് ഞങ്ങളെ എന്തിനാ കൊണ്ടുവന്നത്? ഹൗ ബ്യൂട്ടിഫുൾ വാസ് മിസ്രൈം എന്നല്ലേ പറഞ്ഞത്. ഇനിയും പറയാൻ പോകുന്നുണ്ട്. താഴോട്ട് നിങ്ങൾ വായിക്കുമ്പം അവിടെ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരുന്നൊക്കെ ഞങ്ങൾ ഓർക്കുന്നതൊക്കെ പലതും ഓർത്ത് കാണും അവിടെ നിന്നപ്പം. പക്ഷേ ഇപ്പം ഇറച്ചിയുടെ കാര്യം ഓർക്കാത്തത്, കയ്യിൽ ഇറച്ചിയുണ്ട്, അതുകൊണ്ടാണ്. കയ്യിൽ വേറെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോന്നേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറച്ചിയുടെ കാര്യമൊന്നും ഓർക്കുന്നില്ല. ഇപ്പോൾ ഓർത്തത് വേറെ ചില കാര്യങ്ങളൊക്കെയാണ്. ഏതാണെങ്കിലും കുറേ ബഹളമൊക്കെ വെച്ചു, ദൈവം അവരെ വിടുവിച്ചു. അങ്ങനെ ചെങ്കടൽ കടന്ന് സെക്കൻഡ് എക്സ്പീരിയൻസ്, ദാറ്റ് ഈസ് ബാപ്റ്റിസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും കൂടെ കടന്ന് സ്നാനമേറ്റ് മോശയോട് എന്ന് പറഞ്ഞ ചുരുക്കം ഇത്രയേ ഉള്ളൂ. മോശ പറഞ്ഞത് കേൾക്കാൻ അവർ കുറഞ്ഞ വർഷം തയ്യാറായി അല്ലേ? ഈ യാത്രയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവരെ വിടുവിച്ച മോശ പറഞ്ഞത് കേട്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് മോശയോട് ചേർന്ന് നിൽക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ വിടുവിച്ച കർത്താവാണെങ്കിൽ ഈ മുൻപോട്ടുള്ള യാത്രയിൽ ആര് പറഞ്ഞത് കേൾക്കണം? പള്ളിക്കാർ പറഞ്ഞതല്ല, വീട്ടുകാർ പറഞ്ഞതല്ല, നാട്ടുകാർ പറഞ്ഞതല്ല, ബന്ധുജനങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളായിരുന്ന സ്ഥലങ്ങളിലുള്ള ആളുകൾ പറഞ്ഞതല്ല. യു മസ്റ്റ് ലിസൺ ടു ദ ലോർഡ്. കർത്താവാണ് നിങ്ങളെ വിടുവിച്ചതെങ്കിൽ അവൻ പറഞ്ഞത് കേൾക്കണം. അവൻ പറഞ്ഞത് കേട്ട് അവൻ്റെ പോവുകയാണെങ്കിൽ അവനോട് ദൈവം പറഞ്ഞു, അവൻ പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോവുക, യു ഗോ ഫോർവേഡ്. നമുക്ക് മുന്നോട്ടാണ് യാത്ര, പിന്നോട്ടല്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. മുന്നോട്ട് നോക്കി നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി എല്ലാ ഭാരങ്ങളും എല്ലാ പാപങ്ങളും വിട്ടുകളഞ്ഞ് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ലുക്ക് അവേ ടു ജീസസ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിന് മുകളിൽ കൂടെ അതിനേക്കാൾ വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. അങ്ങനെ 13-14 അധ്യായത്തിൽ അവരേതായാലും ചെങ്കടൽ കടന്നു. ചെങ്കടലിൽ ഇവരെ പിന്തുടർന്ന ജനത്തെയെല്ലാം, അതാണ് ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല എന്നൊക്കെ പറഞ്ഞത്. എല്ലാം ചെങ്കടലിൽ സാത്താനെയും സൈന്യത്തെയും ചെങ്കടലിൽ, പാട്ടൊക്കെ പാടിയാലൊന്നും ഓർത്തിരിക്കാൻ പറ്റും അല്ലേ? ശത്രുഗണം ഒന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ എന്നൊക്കെ
ഞാനിപ്പോൾ പാട്ട് പാടിയ ക്ലാസ് എടുക്കാനൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് പാട്ട് മുഴുവൻ പാടിക്കാത്തത്, ഓർപ്പിച്ച് വിടുക. വൈരിയുടെ എതിർപ്പുകളൊന്നും ഫലിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ 15-ാം അധ്യായത്തിൽ സോങ് ഓഫ് ദ റെഡീംഡ് ആണ്. ഇവർ അങ്ങേപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പം അവർ മോശ പറയാതെ തന്നെ അവരൊരു പാട്ടങ്ങ് പാടി എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഇനിയും പാട്ട് പാടാൻ പോകുന്നുണ്ട്, മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ട് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പം. അപ്പോൾ ഇവിടെ അവർ വിക്കനായ മോശയും കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കരമായിട്ട് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു. ഇനിയാണ് വീണ്ടും നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ഗ്രഹിക്കേണ്ടത്. 15-ാം അധ്യായം മുതൽ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ ഈ യാത്ര വീണ്ടും തുടരുകയാണ്. തുടർന്ന് ഇവരെങ്ങനെ മുമ്പോട്ട് പോയതെന്നുള്ളത് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എന്നിട്ട് നമ്മൾ 19-ാം അധ്യായത്തിൽ വന്നപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? 19-ാം അധ്യായം ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചതാണ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞത് അവരെവിടെയുണ്ടെന്നാണ്? സീൻ മരുഭൂമിയിൽ. അപ്പോൾ ഈ ചെങ്കടലിൻ്റെ തൊട്ട് തീരമാണോ സീൻ മരുഭൂമി? അതോ ചെങ്കടലിൽ നിന്ന് ഒരൊറ്റ ചാട്ടത്തിൽ സീൻ മരുഭൂമിയിലേക്ക് വന്നതാണോ? അതിനിടയ്ക്ക് ഒരു മാപ്പ് എടുത്ത് നിങ്ങളൊരു ഭൂപടം എടുത്ത് നോക്കിയാൽ ഒരുപാട് പോസ്റ്റുകൾ, ഒരുപാട് സ്ഥലങ്ങൾ കടന്നാണ് വന്നത്. അതെല്ലാം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. മെയിൻ പോസ്റ്റുകളെങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അവിടെ എല്ലാം കുറേ കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ട് എവിടെയൊക്കെ കൂടെ കടന്നാണ് വന്നതെന്ന്? ഇതെല്ലാം പാട്ടിനകത്തൊക്കെ ഉണ്ട്. പാട്ട് ഓർത്താൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അത് ആ പാട്ടിൻ്റെ ഭാഗമാണ്. എന്നിട്ട് ആ പാട്ടൊക്കെ പാടി 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അനന്തരം അപ്പോൾ ചെങ്കടലിൽ നിൽക്കാൻ പറ്റുകയില്ല, സ്നാനപ്പെട്ടെടുത്ത് നിൽക്കാൻ പാടില്ല എന്ന്. രക്ഷിക്കപ്പെട്ടെടുത്ത് നിൽക്കാൻ പാടില്ല, സ്നാനപ്പെട്ടെടുത്തും. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് തീർന്നില്ല, സ്നാനപ്പെട്ടതുകൊണ്ടും തീർന്നില്ല. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പഠിച്ച കാര്യം ഇപ്പോൾ മറന്നുപോയി. അവൻ പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് മുന്നോട്ട് പോകാൻ. അപ്പോൾ അവർ ചെങ്കടൽ കടന്നു. മോശ അവരെ എന്ത് ചെയ്തു? പിന്നെയും 22-ാം വാക്യം പ്രയാണം ചെയ്യിപ്പിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. 3 ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അപ്പം ഇവരെ പുതിയൊരു സ്കൂളിൽ ചേർത്തെന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേൽ മക്കളെ പുതിയ സ്കൂളിൽ ചേർത്ത്. ഏതാ സ്കൂള്? മരുഭൂമി, സ്കൂൾ ഓഫ് വിൽഡർനെസ്. ഇതാണ് നമ്മൾ പണ്ട് ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വായിച്ചത്. ഓർക്കുന്നുണ്ടോ? ഞാൻ അവനെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവനോട് ഹൃദ്യമായി സംസാരിക്കും. ദൈവം സംസാരിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. ഇവരെ മരുഭൂമിയിൽ ഒരു പുതിയ ലെസൺ, ഒരു പുതിയ ലീഡർഷിപ്പ് അല്ലെങ്കിൽ പുതിയൊരു ബൈബിൾ സർവേ ഒക്കെ പഠിപ്പിക്കാൻ പോവുകയാണെന്ന്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അവരെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരു സ്വാഭാവികമായ സ്കൂളിലേക്ക് അവരെ കൊണ്ടുവന്നു. ആദ്യം വന്നതെന്നാണ് അവർ മരുഭൂമി വെള്ളത്തിനകത്തൂടെ കടന്നു വന്നത്. പക്ഷെ വെള്ളത്തിൽ കൂടി കടന്ന് ഇങ്ങേപ്പുറത്ത് വന്നപ്പം വെള്ളമില്ല. വെള്ളത്തിൽ കൂടി ഇങ്ങേപ്പുറത്ത് വന്നപ്പോൾ കുടിക്കാൻ വെള്ളമില്ല. വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. എന്നാൽ സഞ്ചരിച്ച് അവരെവിടെ എത്തി? മാറയിലെത്തിയപ്പം എന്ത് കണ്ടു? വെള്ളം കണ്ടു. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഞാൻ പറയുകയാണ്, ഈജിപ്റ്റ്, ചെങ്കടൽ, മാറ. ഈജിപ്റ്റ്, ചെങ്കടൽ, മാറ. ഇപ്പം മാറയിലെത്തിയിട്ടുണ്ട്. ഇനി മുമ്പോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കണം. മാറയിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടി. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പം അവർ നോക്കിയപ്പോൾ എന്ത് കണ്ടു? വെള്ളം കണ്ടു. എന്നാൽ കുടിക്കാം എന്ന ആർത്തിയോടെ, ഇല്ല ഇത് മരുഭൂമിയാണ്, അപ്പോൾ വെള്ളം കുടിച്ച് കളയാമെന്ന് വിചാരിച്ചപ്പോൾ വെള്ളം കയ്പായിപ്പോയി. അത് കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്തു? 24-ാം വാക്യം. ബൈബിളിലെ 1-ാമത്തെ പിറുപിറുപ്പാണത് കേട്ടോ. ബൈബിളിൽ ഒരുപാട് പിറുപിറുപ്പുണ്ട്. പിറുപിറുപ്പ് തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് മുഴുവൻ പിറുപിറുപ്പാണ്. ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇത് രക്ഷിക്കപ്പെട്ടപ്പോൾ ഒന്നും പിറുപിറുപ്പില്ലായിരുന്നു. ശത്രു എല്ലാം ചെങ്കടലിൽ മുങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷവും അന്യഭാഷയും പ്രവചനവും ചാട്ടമൊക്കെ ആയിരുന്നു. വെള്ളം കഴിച്ച് ആദ്യം വെള്ളം കിട്ടിയില്ല, പിന്നെ കിട്ടിയ വെള്ളം കഴിച്ചു. അപ്പം വേറെ ഭാഷ പറയാൻ തുടങ്ങിയെന്ന്. വേറെ അന്യഭാഷ പറയാൻ തുടങ്ങി. പിറുപിറുത്തു എന്നവിടെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കലഹിച്ചു എന്നാണ്. അവർ കലഹിച്ചു, മോശയ്ക്കെതിരെ ഒച്ച വെച്ചു, മോശയോട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു, മോശയെ അവർ വെല്ലുവിളിച്ചു, മോശയോട് അവർ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ക്രിസ്ത്യൻ ലൈഫ് അല്ലേ? ക്രിസ്ത്യ ജീവിതത്തിൽ ഇതൊക്കെയല്ലേ സംഭവിക്കുന്നത്. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മെ നയിക്കുന്ന നേതാവിനെതിരെ എന്തെല്ലാം നമുക്ക് പറയാമോ അതൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനല്ല, അവിടെ ദൈവത്തിനൊരു സൊല്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണം. അവിടെ എന്തുണ്ടായിരുന്നു? പ്രോബ്ലം എങ്ങനെ തീർന്നത്?
ദൈവം ഒരു വൃക്ഷം കിളിർത്ത് വരുത്തി. ദൈവം ഒരു വൃക്ഷം കിളിർത്ത് വരട്ടെ എന്ന് പറഞ്ഞു. കിളിർത്ത് വന്നു. നിങ്ങൾ എന്നെ എതിർക്കുന്ന എനിക്ക് കാണാം. സാറ് ബൈബിൾ വായിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ദൈവം എന്ത് ചെയ്തു? സോ ഇറ്റ് വാസ് ഓൾറെഡി ദെയർ. ആ വൃക്ഷം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ഒരു കമ്പ് മുറിച്ചിട്ടാൽ മതിയായിരുന്നു. പക്ഷേ അവർ സൊല്യൂഷൻ അവരുടെ കൂടെ തന്നെ ഉണ്ട്. ദേ നെവർ സോട്ട് ദ സൊല്യൂഷൻ. പിറുപിറുക്കുന്നതിന് പകരം എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം അപ്പം തന്നെ കാണിച്ചു കൊടുത്തേനെ. അവർ അത് ചെയ്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇത് കണ്ടുപിടിച്ചതാരാ? ഈ ഇങ്ങനെ ഒരു മരം ഉണ്ടെന്ന് കണ്ടുപിടിച്ചതാരാ? ആരാ കണ്ടുപിടിച്ചത്? അല്ല, നമ്മൾ ചിലപ്പോൾ വാക്യം വായിക്കേണ്ടി വരും. അവർ മോശയുടെ നേരെ പിറുപിറുത്തു. അപ്പോൾ ദൈവം അവന് കാണിച്ചു കൊടുത്തതാ. ദൈവം കണ്ടോ? അപ്പോൾ ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അവർ മറന്നുപോയിട്ടാണ് മോശയ്ക്കെതിരെ. അപ്പോൾ ഈ മോശയ്ക്കെതിരെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഈ പ്രശ്നം വരുമ്പം ആരോടെ ചോദിക്കേണ്ടത്? ദൈവത്തോട് ചോദിക്കണം. ദൈവം കാണിച്ചു തരും. ദൈവത്തിന് അറിയാം എന്താ സൊല്യൂഷൻ എന്നുള്ളത്. ദൈവം എന്തിനാ പിന്നെ ഈ ഒരു പ്രതിസന്ധിയിൽ ഇവരെ കൊണ്ടുവന്നത്? വൈ ഗോഡ് ബ്രോട്ട് ദം ഇൻ ടു ദിസ് സിറ്റുവേഷൻ? ഇവരെ എന്തിനാ ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്ന് വെച്ചാൽ എന്തിനായിരുന്നു? വെരി ഗുഡ്. അവരെങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാൻ. നമുക്ക് വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നറിയാൻ. മനസ്സിലായില്ല. ഈജിപ്തിൽ നിന്ന് പുറത്ത് വന്നിട്ടും ചെങ്കടൽ കടന്നിട്ടും സ്വഭാവത്തിന് വല്ലതും വെരി ഗുഡ്. ചിലരൊക്കെ പോണമെന്ന് വരുന്നുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും വല്ല മാറ്റം ഉണ്ടോ, അതോ നനഞ്ഞ ഭാവി കുതിർന്ന ഭാവി ആയിട്ടുള്ളോ എന്ന് അറിയാനാണെന്ന്. ഇത്ര നാൾ ഉണങ്ങിയ ഭാവിയായിരുന്നു, ഇപ്പോൾ കുതിർന്ന ഭാവിയായി. അങ്ങനെ ഇരിക്കുകയാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ദൈവത്തിൻ്റെ ഒരു ടെസ്റ്റ് വേണം. ആ ടെസ്റ്റ് ദൈവം ഇട്ടതാണ്. ഇട്ടപ്പോൾ മനസ്സിലായി ഇതൊന്നും ഗുണപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ദൈവം തൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും ദൈവം വിടുവിച്ച ജനമൊക്കെ ആയതുകൊണ്ട് ദൈവം അവരെ പിന്നെയും സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെയാണ് ദൈവത്തെക്കുറിച്ചൊരു പുതിയ വെളിപ്പാട് നൽകുന്നത്. ഇതൊക്കെ പറയാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ ഇവിടെയാണ് ദൈവത്തെക്കുറിച്ചൊരു പുതിയ വെളിപ്പാട് നൽകുന്നത്. ഇതൊക്കെ പറയാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്നത്. എന്താ ദൈവം നൽകിയ വെളിപ്പാട്? 26-ാം വാക്യം. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വാദികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആകുകയല്ലെന്ന്. യു ആർ അഫ്രൈഡ് ഓഫ് ഡീഹൈഡ്രേഷൻ. വെള്ളമില്ലാതെ എൻ്റെ ശരീരത്തിലുള്ള വെള്ളം കൂടെ പറ്റിപ്പോയി, ഞാൻ ചത്തുപോയി, ഉണങ്ങിപ്പോയി, ഒരു മമ്മിയായിട്ട് ഇങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ച് നീ പേടിക്കണ്ടെന്ന്. നിനക്ക് ആവശ്യമുള്ള വെള്ളം തരുവാൻ തക്കവണ്ണം ഞാൻ മതിയായി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, വെള്ളം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. എനിക്ക് നിന്നെ ജീവിപ്പിച്ചു വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ദൈവം അവരെ ബോധ്യപ്പെടുത്താനായിട്ടാണ്. പക്ഷെ അവർ ബോധ്യപ്പെട്ടില്ല, അവർ കാര്യം ഗ്രഹിച്ചില്ല. അതാണ്. അപ്പോൾ അവർ പരീക്ഷയിൽ തോറ്റുപോയി. എത്ര മാർക്ക് സ്കോർ ചെയ്ത് കാണും? 0. ഒരാൾ കറക്റ്റ് മാർക്ക് കിട്ടും. നല്ല സാറ് ഇവിടെ ഇരിപ്പുണ്ട്. 0 മാർക്ക് സ്കോർ ചെയ്തു, തോറ്റു. അപ്പം പരീക്ഷ തോറ്റാൽ ഇനി എന്ത് ചെയ്യണം? വീണ്ടും എഴുതണം. അപ്പോൾ അടുത്ത പരീക്ഷ വരാൻ പോവാണ്. മാറയിൽ നിന്ന് അവർ യാത്ര പുറപ്പെട്ടു. 16-ാം അധ്യായം എവിടെ എത്തി? ഏലീമിലെത്തി. അപ്പോൾ അവിടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാണ്. കാരണം ഏലീമിലെത്തിയപ്പോൾ ഏലീമിൽ എന്തുണ്ട്? 1-ാം വാക്യം 16-ന്റെ 1. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും കൃത്യാഗമണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഏലീമിലെത്തിയപ്പോൾ ഏലീമിൽ അവിടെ വെള്ളമൊക്കെ ഉണ്ട്. അവിടെ വലിയ കുഴപ്പമില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നീന്തപ്പനയും വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ മുകളിലത്തെ വാക്യം 15-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വായിച്ചാൽ മതി. പിന്നെ അവർ ഏലീമിലെത്തി, 12 നീരുറവും. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഈന്തപ്പനയൊക്കെ പഴമൊക്കെ തിന്ന്, ഇല്ലേ, ഡയറക്റ്റ് അയണുള്ള ഫുഡാണ്. ഈന്തപ്പന പഴമൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് സുഖമായിട്ട് ജീവിക്കാം. അപ്പം ടെസ്റ്റ് മാറുകയാണെന്ന് മനസ്സിലായോ? ആദ്യം വെള്ളം ഇല്ലായിരുന്നു, പിന്നെ കിട്ടിയ വെള്ളം കയ്പുള്ളതായിരുന്നു. ഇപ്പോൾ വെള്ളമുണ്ട്, ഈന്തപ്പഴമുണ്ട്, പക്ഷെ അവർക്കത് പോരാ. അവർക്ക് അടുത്തായിട്ടുള്ള കംപ്ലയിൻ്റ് എന്താണ്?
ഇറച്ചിയില്ല. ഇറച്ചി അവിടെ താഴെ നമ്മൾ വായിച്ചപ്പോൾ എന്താണ് വായിക്കുന്നത്? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് 3-ാം വാക്യം, ഇസ്രായേൽ മക്കൾ അവരോട് ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും ഇതിലോ തിന്നാനുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി തേനും ഇച്ചിരി ഈന്തപ്പഴമൊക്കെ കിട്ടിയാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അയൺ റിച്ച്, നമുക്ക് ജീവിച്ചിരിക്കാൻ അതൊക്കെ മതി. പക്ഷേ ഭക്ഷണം ഒരു സമൃദ്ധിയായിട്ട് അടിപൊളിയായി കഴിക്കാനുള്ളൊരു സൗകര്യമൊന്നും ഇല്ലെന്ന് ഇവിടെ. ഇറച്ചിയില്ല, അപ്പമില്ല, കുബൂസില്ല. അവർ തിന്നാതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അല്ലേ. ഞങ്ങൾ കുബൂസ് തിന്നിട്ട് എത്ര നാളായെന്ന് അവർ പറയുന്നത്. ഒരു ഇറച്ചിയും ഒരു നോൺ വെജൊക്കെ കഴിച്ചിട്ട് എത്ര കാലമായി എന്നൊക്കെ പറഞ്ഞ് പരാതികളൊക്കെ തുടങ്ങി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഞാൻ ഇതെല്ലാം പറയുന്നില്ല. 16-ാം അധ്യായത്തിലാണ് ദൈവം മന്ന വർഷിപ്പിച്ചത്. അവർക്ക് ദൈവം എന്ത് കൊടുത്തു? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. പഠിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ ദൈവം അവർക്ക് മന്ന വർഷിപ്പിച്ചു കൊടുത്തു. പക്ഷെ അവരെന്ത് ചെയ്തു? 2-ാം വാക്യം അപ്പോൾ 2ാമത്തെ സപ്ലിമെൻ്ററി പരീക്ഷയിലും തോറ്റുപോയി. എത്ര മാർക്ക് സ്കോർ ചെയ്തു? ഇപ്പോഴും 0. സാറ് 0യിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിടുത്തെ കേട്ടോ. 2ാമത്തെ പരീക്ഷയിലും 0 സ്കോർ ചെയ്തെന്നാണ് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ ഇനിയും പരീക്ഷ എഴുതണ്ടേ? വേണം. ഞങ്ങൾ കോളേജിൽ അഡ്മിഷൻ കൊടുക്കാൻ നേരത്തെ ഒരു പയ്യൻ വന്ന്, എല്ലാവർക്കും ഒരു മാർക്ക് ലിസ്റ്റേ ഉള്ളൂ, അവൻ്റെ ഒരു 15 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് അഡ്മിഷൻ കൊടുത്ത് സാറ് പറഞ്ഞു, നീ മിടുക്കനാണല്ലോ, എല്ലാവർക്കും ഒരെണ്ണം ഉള്ളപ്പോൾ നിനക്ക് 15 ഷീറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇസ്രായേൽ മക്കൾക്ക് 20 ഷീറ്റ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നോക്കിയാൽ ആദ്യത്തേതൊക്കെ 0 ആണ്. ഇനി എവിടെ പാസ്സാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതാണെങ്കിലും ഫസ്റ്റിൽ 0, സെക്കൻഡിലും 0, അതിലും അവരെ പാസ്സായില്ല. ഒരു ബേളം ഉണ്ടാക്കി. ഡീറ്റെയിൽസ് നിങ്ങൾ വായിക്കുക. മന്നയുടെ പ്രിൻസിപ്പിളും ഒക്കെ 16-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. 17-ാം അധ്യായം 17-ാം അധ്യായത്തിലെ 1-ാം വാക്യം ഇവരെവിടെ എത്തി? അവരെവിടെ എത്തി? രഫീദീം. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ ഓർക്കണം. ഏതായാലും പുറപ്പാട് പുസ്തകം പഠിക്കുകയല്ലേ, അപ്പം ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ചിലരൊക്കെ എന്നെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് ഈജിപ്റ്റ്, ചെങ്കടൽ, മാറ, ഏലീം. പാട്ടുകാരൻ മാറ എലീമിൻ പാറയൻ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ചെങ്കടൽ, മാറ, ഏലീം, രഫീദീം. ഇപ്പോൾ എത്തിയേക്കുന്നത് രഫീദീമിലാണ്. അവിടെ എന്താ പ്രോബ്ലം? 4-ാം വാക്യം 17-4. സംഗതികൾ വളരെ വഷളായി. ഇത്ര നേരം പിറുപിറുപ്പൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം എവിടെ എത്തിയിരിക്കുകയാണ്? നേതാവിനെ കല്ലെറിഞ്ഞ് കൊല്ലണം, ഇയാൾ വേണ്ട, ഇയാൾ ശരിയാവില്ല. കാരണം ഈ 2 പരീക്ഷയിലും തോക്കാൻ കാര്യം ഇയാൾ ഞങ്ങളെ വേണ്ട പോലെ പഠിപ്പിച്ചില്ല എന്നായിരിക്കും അവരുടെ പരാതി എന്ന് എനിക്ക് തോന്നുന്നു. ഏതാണെങ്കിലും ഇയാളെ കല്ലെറിയണം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? യഹോവ മോശയോട് അപ്പോൾ ഇവിടെയാണ് പാറയടിച്ച് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ പാറയടിച്ചു, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവിടെ ചുരുക്കം പറഞ്ഞാൽ 2 സ്ഥലങ്ങളുടെ പേര് നിങ്ങൾ വായിക്കുന്നുണ്ട്. മസ, മെരീബ. കലഹവും പരീക്ഷയും. മസ എന്നും മെരീബ എന്നും. 7-ാം വാക്യം വായിച്ചാൽ മതി. 7-ാം വാക്യം. അപ്പോൾ ഈ പേര് തന്നെ കാണിക്കുന്നത് നമ്മൾ തോറ്റതിൻ്റെ തെളിവാണ്. അത് നമ്മുടെ പേപ്പർ സൂക്ഷിച്ചു വെച്ചേക്കുക. ചില ആളുകളുടെ പേപ്പർ സൂക്ഷിച്ചു വെക്കണം. കാരണം അത്ര നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ വരും തലമുറകളെ കാണിച്ചു കൊടുക്കാനായിട്ട് ഈ പേപ്പറൊന്ന് വെച്ചേക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ചിലരുടെയൊക്കെ പേപ്പർ ഞങ്ങൾക്ക് വെക്കാനൊക്കെ അതുകൊണ്ട് എഴുതിയെടുത്തിട്ടുണ്ട്. പിള്ളേർ കോൺട്രിബ്യൂട്ട് ചെയ്ത ചില കാര്യങ്ങളൊക്കെ. എന്ന് പറഞ്ഞതുപോലെ മാറ ഒരു പരീക്ഷ പേപ്പറാണ്, ഏലീം വേറൊരു പരീക്ഷ പേപ്പറാണ്. പിന്നെ രഫീദീമിലെ മസായും മെരീബയും അവിടെ 2 പേപ്പർ ഉണ്ടായിരുന്നതാ. ഒരു സ്ഥലവും 2 പരീക്ഷ ഉണ്ടായിരുന്നു. ചില വിഷയങ്ങൾക്ക് ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഉള്ളതുപോലെ 2ഉം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വെള്ളമില്ല. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ പ്രതിസന്ധികളിൽ കൂടി എല്ലാം ഈ ജനത്തെ ദൈവം കൊണ്ടുപോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഐ ആം യുവർ പ്രൊവൈഡർ. നിങ്ങൾ എത്തിച്ചേരുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. വെള്ളം കഴിച്ചാലും കുഴപ്പമില്ല, വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇറച്ചി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനാണ് അപ്പം, ഞാനാണ് വെള്ളം. ഇല്ലേ? കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ പിതാക്കന്മാർക്ക് മോശയല്ല നിങ്ങൾക്ക്
അപ്പം തന്നത്. ഞാനാണ് സാക്ഷാൽ ജീവൻ്റെ അപ്പം. അവിടെ നിന്ന് ഇറങ്ങി വന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. എന്നെ തിന്നുന്നവനാണ് എന്മൂലം ജീവിക്കുന്നത്. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ പാറ, അപ്പോൾ ഇവരുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു, ക്രിസ്തു ഉണ്ടായിരുന്നു. ആ ക്രിസ്തുവിൽ വെള്ളം ഉണ്ടായിരുന്നു, ആ ക്രിസ്തുവിൽ അപ്പം ഉണ്ടായിരുന്നു, ആ ക്രിസ്തുവിൽ ഇല്ലാത്തതൊന്നുമില്ലായിരുന്നു. രക്ഷിക്കപ്പെട്ട പ്രിയമുള്ളവരെ, നമ്മളുടെ കൂടെ ഈ ക്രിസ്തു ഉണ്ടെന്ന്. അപ്പമുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മളാകപ്പാട് ചെയ്യുന്നത് എന്താ? കല്ലെറിയാൻ തയ്യാറായിട്ട് നിൽക്കുക, പിറുപിറുക്കാൻ തയ്യാറായിട്ട് നിൽക്കുക, പരീക്ഷയിൽ തോക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് ഇതിനകത്തൊക്കെ ജയിച്ച് മുന്നോട്ട് വന്നിട്ട് വേണം നമ്മളെ ദൈവത്തിന് ഒന്ന് ഉപയോഗിക്കാനായിട്ട്. അതാണ് കുഴപ്പം. അപ്പോൾ നമ്മളെ ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം. അല്ല, ദൈവത്തിന് പെട്ടെന്ന് ഇവരെ നേരെ കനാനിലേക്ക് കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടല്ല. അവരെ ഈ ഒരു പരിശീലന പദ്ധതിയിൽ കൂടി കൊണ്ടുപോയിട്ട് ഇവരുടെ സ്വഭാവത്തെ ഒന്ന് തെളിച്ചെടുക്കണം. ദിവ്യ സ്വഭാവത്തിന് ഇവരെ കൂട്ടാളികളാക്കി എടുത്തിട്ട് വേണം ഇത് എൻ്റെ ജനമാണെന്ന് അഭിമാനപൂർവ്വം ദൈവത്തിന് പറയാനും ഇവരെ പൊക്കി കാണിക്കാനും. പക്ഷേ ആ ഒരു നിലയിലേക്ക് ഇവർ ഉയരുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ വിശ്വാസികൾക്കും സംഭവിക്കുന്നതെന്നുള്ള ഒരു കമ്പാരിസണാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ശരിയാണോ? അതുകൊണ്ടാണ് നമ്മൾ പുതിയ ആളുകൾ ഇപ്പം വെള്ളം തരാനും അപ്പം തരാനും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം പറയുന്നത് ഇച്ചിരി കഴിക്കുന്ന അവസ്ഥ ആയിക്കോട്ടെ, ഇത്തിരി വെള്ളം ഇല്ലാത്ത അവസ്ഥ ആയിക്കോട്ടെ, അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ മന്ന പൊഴിച്ച് തരാനായിട്ട് ഒരവസരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. ഇനി 18-ാം അധ്യായത്തിൽ നമ്മൾ ഡെലിഗേറ്റിംഗ് അതോറിറ്റിയാണ് കാണുന്നത്. 18-ാം അധ്യായത്തിൽ. എന്നിട്ട് 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തേ. അവർ ഈജിപ്റ്റ് വിട്ടു, ചെങ്കടൽ കടന്നു, മാറായിൽ വന്നു, മാറായിലും കടന്നിട്ട് ഏലീമിൽ വന്നു, ഏലീം വിട്ട് രഫിദീമിൽ വന്നു, രഫിദീം വിട്ട് മരുഭൂമിയിൽ വന്നു. ഈ മരുഭൂമിയിൽ വന്നപ്പോഴാണ് ദൈവത്തിന് മനസ്സിലായി ഇവർ കംപ്ലീറ്റ് തോറ്റു തുന്നം പാടിയിരിക്കുക. ഒറ്റ പേപ്പറിലും മാർക്കില്ല, ജയിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ട്യൂഷൻ പരിപാടി തുടങ്ങിക്കളയാം എന്ന് ദൈവം തീരുമാനിച്ചിട്ട് പറഞ്ഞു. ആദ്യം മാഷിനെ ഒന്ന് പഠിപ്പിക്കാം. അതിന് മാഷിനെ മുകളിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ഗൈഡ് എഴുതി തരാം, ഈ ഗൈഡും കൊണ്ടുപോയി താഴത്തുന്ന ജനങ്ങളെയൊക്കെ പഠിപ്പിക്കണം. എന്നാലെങ്കിലും അവർ പരീക്ഷ പാസ്സാകുമോ എന്ന് നോക്കട്ടെ, പുസ്തകം തുറന്നു വെച്ച് എഴുതിക്കോട്ടെ, എന്നാലും തിരക്കേടില്ല, ജയിക്കുമോ എന്നൊന്ന് നോക്കാമെന്നും പറഞ്ഞിട്ടാണ് കൊടുത്തു വിട്ടത്. പുസ്തകം തുറന്നു നോക്കാൻ എവിടെ കിടക്കുന്നതെന്ന് അറിയണ്ടേ? പുസ്തകം കൊടുത്തു വിട്ടാലും ഗതികേട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ ചോദ്യത്തിന് ഉത്തരം കിടക്കുന്നത് എവിടെ, ഏത് പേജിലാണ്, ഏത് ചാപ്റ്ററിലാണെന്നെങ്കിലും അറിയണ്ടേ? സോ ദാറ്റ് ഈസ് ന്യായപ്രമാണം. നമ്മൾ ന്യായപ്രമാണത്തിൽ എത്താൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവരെ ഇങ്ങനെയൊക്കെ നടത്തി കൊണ്ടുവന്നിട്ട് ഒന്നും ഇവർ പഠിക്കുന്നില്ല. എന്നാൽ പിന്നെ എഴുതി പഠിപ്പിച്ചേക്കാന്ന് വെച്ചു. ഇമ്പോസിഷൻ എഴുതിച്ചോ, വായിപ്പിച്ചോ, ട്യൂഷൻ കൊടുത്തോ, എങ്ങനെയെങ്കിലുമൊക്കെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ദൈവം എന്ത് ചെയ്തത്? ഒരു ന്യായപ്രമാണം. അല്ലാതെ ഇതിനു മുമ്പ് ദൈവം ന്യായപ്രമാണമൊന്നും ഇവർക്ക് കൊടുത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മാറയിൽ എന്നാ സംഭവിച്ചത്? മാറ ഏത് അധ്യായത്തിലായിരുന്നു? ഇപ്പോൾ ഇവിടെയും 0 മാർക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം വായിച്ചേ. 15-ന്റെ 25. യഹോവയോട് അപേക്ഷിച്ചു, വൃക്ഷം കാണിച്ചു കൊടുത്തു, വെള്ളത്തിലിട്ടപ്പോൾ മധുരമായി തീർന്നു. അവിടെ വെച്ച് അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവന് ചട്ടവും പ്രമാണവും അവിടെ വെച്ച് കൊടുത്താ. ഇങ്ങനെ ഓരോ സ്ഥലത്തും ദൈവം എന്ത് കൊടുത്തിട്ടുണ്ട്? അല്ല, ഈ ന്യായപ്രമാണം വരുന്നവരെ ഒരു പ്രമാണവും ഒരു ചട്ടവും കൊടുക്കാതെ ചട്ടം എല്ലാം കൂടെ ഞാനിപ്പോൾ എഴുതിത്തരാമെന്നും പറഞ്ഞ് പിടിച്ചെടുത്ത് കൊടുത്തതല്ല. നമ്മുടെ ചിന്തകളൊന്ന് ക്ലിയർ ആകണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവത്തിന് ഒരു എഴുതി വെച്ച് നിങ്ങളെ വരച്ച വരെ നിർത്താനൊന്നും ദൈവത്തിന് താല്പര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ന്യായപ്രമാണം ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ചിലരുടെയൊക്കെ ഒരു ചോദ്യം, ന്യായപ്രമാണം അറിയാത്തവർ എങ്ങനെയാണ് ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത്? വലിയ പ്രശ്നമാണ്. ഞാനിപ്പോൾ ചോദിക്കും, നിങ്ങൾ അറിഞ്ഞു പോയല്ലോ, ഇനിയിപ്പോൾ നിങ്ങളെന്തിനാ അതിനെക്കുറിച്ച് ഭാരപ്പെടുന്നത്? മനസ്സിലായില്ല. നമ്മുടെ ഭാരം നമ്മളെക്കുറിച്ചല്ല. ഈ ന്യായപ്രമാണം അറിയാത്തവർ എങ്ങാനും നശിച്ചു പോയാൽ എന്തായിത്തീരും? ഭയങ്കര പ്രശ്നമാണ്. അത് ദൈവത്തിനറിയാം നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമെന്ന്. അതുകൊണ്ട് പൗലോസിനെ കൊണ്ട് റോമാലേഖനം എഴുതിയപ്പോൾ 2-ാം അധ്യായത്തിൽ എഴുതി വെപ്പിച്ചിരിക്കുകയാണ്, ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് അവരുടെ മനസാക്ഷി തന്നെ ഒരു... അപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഈ പ്രമാണം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നുള്ളത് വിടുവിച്ച സമയത്ത് തന്നെ എല്ലാത്തിൻ്റെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച ഒരുത്തനും അതിലേക്ക് എത്താനും ആ പരീക്ഷ പാസ്സാകാനും അതനുസരിച്ച് മുമ്പോട്ട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഒരു സാധനം എഴുതി കൈ കൊടുക്കേണ്ടി വന്നു. ഇതൊക്കെയാണ്. ഇനിയെങ്കിലും മര്യാദയ്ക്ക്
നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഈ പുസ്തകം പഠിച്ച്, ഇത്രയും നാൾ ഒന്നും വായിച്ചുമില്ല പഠിച്ചുമില്ല, ക്ലാസ് കട്ട് ചെയ്തിങ്ങനെ ഉഴപ്പി നടക്കുമായിരുന്നു. ഇനിയെങ്കിലും എന്ത് ചെയ്യണം? ഈ പുസ്തകമൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് പഠിച്ച് മര്യാദയ്ക്കൊരു ജീവിതം ജീവിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. അല്ല വേറെ തരത്തിൽ പറഞ്ഞാൽ, ഈ പഠിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഇച്ചിരി മുന്നോട്ട് പോയി വായിച്ചാൽ, ആവർത്തന പുസ്തകം 8-ാം അധ്യായം, ആവർത്തന പുസ്തകം, ദൈവം എന്തിനാണ് ഈ തരത്തിലല്ല ഇവരെ നയിച്ചുകൊണ്ട് പോയത്? 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും. ഈ താഴ്മ ദൈവം എന്തായാലും വിട്ടുകളയാലെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ ആണേലും ഉച്ചയ്ക്കാണേലും വിടുകയല്ല, അല്ലേ? ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്നെ പരീക്ഷിച്ച്. എന്താ ദൈവം പരീക്ഷിക്കുന്നത്? വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കേട്ടോ. വെള്ളമുണ്ടോ, വെള്ളം കഴിക്കുന്നതാണോ എന്നല്ല വായിക്കുന്നത്, കേൾക്കുക. നിന്നെ പരീക്ഷിപ്പാനും, നിന്റെ ഹൃദയത്തിൽ നിന്റെ ഉള്ളിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാനാ. യു അണ്ടർസ്റ്റാൻഡ്? ദൈവത്തിന് എന്നാ അറിയേണ്ടത്? ദൈവത്തിന് എന്താ അറിയേണ്ടത്? കമോൺ ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് എന്താ അറിയേണ്ടത്? നിന്റെ ഹൃദയത്തിൽ എന്നാ ഇരിക്കുന്നതെന്നാണ് ദൈവത്തിന് അറിയേണ്ടത്. നിന്റെ ഹൃദയത്തിൽ എന്നാ ഇറച്ചിയാണോ ഇരിക്കുന്നത്? നിന്റെ ഹൃദയത്തിൽ ഷുഗറാണോ ഇരിക്കുന്നത്? കഴിക്കുന്ന വെള്ളം പറ്റുകയില്ലെന്ന്. അവിടെ വേറൊരു പാട്ടുകാരൻ എഴുതിയ, കയ്പുള്ള വെള്ളം, കയ്പുള്ള വെള്ളം കുടിച്ചാലും കൽപ്പന പോലെ നടക്കണം. വെള്ളം കഴിച്ചതാണോ മധുരിച്ചതാണോ എന്നുള്ളതല്ല പ്രശ്നമെന്ന്, പട്ടിണിയാണോ സമൃദ്ധിയാണോ എന്നുള്ളതല്ല പ്രശ്നം. എല്ലാ അവസ്ഥയിലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ സൗഖ്യം, ഈ കയ്പുള്ള വെള്ളം കുടിച്ചാലും എന്നെ സൗഖ്യമാക്കുന്ന ഒരുത്തൻ എൻ്റെ കൂടെ ഉണ്ട്, എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നെനിക്കൊരു ഉറപ്പുണ്ടെന്ന്. അപ്പോൾ അത് നിൻ്റെ ഹൃദയത്തിലുണ്ടോ, അതോ നീ വെള്ളത്തിലാണോ ആശ്രയിക്കുന്നതെന്ന്? നീ വെള്ളത്തിലാണോ ആശ്രയിക്കുന്നത്, ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്തിനാശ്രയിക്കുന്നത്? വെള്ളം. ഈ വെള്ളം കുടിച്ചാൽ രോഗം പിടിക്കും, തിളപ്പിച്ച് ആർച്ചേ കുടിക്കാവൂ, മിനറൽ വാട്ടറേ കുടിക്കാവൂ. ഇതിനൊക്കെ നമുക്ക് ഒത്തിരി നിയമങ്ങളാണ്. നിങ്ങളിഷ്ടമുള്ള വെള്ളം കുടിച്ചോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, എൻ്റെ ആശ്രയം വെള്ളത്തിലല്ല. ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നു, ചിലർ വെള്ളത്തിൽ ആശ്രയിക്കുന്നു, ചിലർ മരുന്നിൽ ആശ്രയിക്കുന്നു, ചിലർ അപ്പത്തിൽ ആശ്രയിക്കുന്നു, ചിലർ ഇറച്ചിയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ. നിൻ്റെ ഹൃദയം എന്തിൽ ആശ്രയിക്കുന്നെന്നുള്ളത് ദൈവത്തിനൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ വന്നപ്പം നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഈ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ ഞാൻ ഇസ്രായേൽ മക്കളെ വിടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഈ രക്ഷിക്കപ്പെട്ടത് കൊണ്ടുണ്ടായിട്ടുണ്ട്, ഈ സ്നാനപ്പെട്ടത് കൊണ്ടുണ്ടായിട്ടുണ്ട്, ഈ കർത്താവിനെ അനുഗമിക്കാൻ ഇറങ്ങിയത് കൊണ്ടുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ പ്രതികരണം ഏത് തരത്തിലുള്ളതായിരുന്നു എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. എല്ലാ പിറുപിറുപ്പും എല്ലാ വാദങ്ങളും ഒഴിഞ്ഞു പോകട്ടെ. എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ വക്കതയും കോട്ടമുള്ളയും തലമുറയുടെ നടുവിൽ നമ്മൾ അനന്യരും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും പരമാർത്ഥികളും ആയിട്ട് വെളിപ്പെടുവാൻ, ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ ശോഭിക്കുവാൻ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യണം. എനിക്കൊന്നും പെറുപെറുക്കാനില്ല, ഒന്നും വാദിക്കാനില്ല. ദൈവം എനിക്ക് ഈ അവസരം അത് ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, ഐ ലൈക്ക് ഇറ്റ്, ഐ അക്സെപ്റ്റ് ഇറ്റ്, അല്ലേ? ദൈവം എന്നെ ഏത് സാഹചര്യത്തിൽ കൂടി നടത്തിയാലും ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് ഇവരുടെ ഉള്ളം ദൈവത്തിലേക്ക് വരുമോ എന്നറിയാനായിട്ടാണ് ദൈവം ഈ ടെസ്റ്റ് എല്ലാം കൊടുത്തത്. അപ്പോൾ ദൈവം ഓരോ പ്രാവശ്യവും ടെസ്റ്റ് നമുക്ക് തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? താഴ്ത്താനും എന്തിനാ പരീക്ഷിച്ചിട്ട് എന്താ അറിയേണ്ടത്? നമ്മുടെ ഉള്ളിലിരിപ്പ്, നമ്മുടെ പുറത്തിരിപ്പല്ല. പുറത്ത് നമ്മൾ വേർപെട്ട സഭയിൽ തന്നെ ഉണ്ട്. പുറത്ത് നമ്മൾ എല്ലാം കൃത്യമായിട്ട് ബൈബിളും ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്, ബൈബിൾ തലക്കലും വെച്ചിട്ടുണ്ട്. അകത്തി ബൈബിളുണ്ടോ എന്ന്? അകത്തിലെ 78-ാം സങ്കീർത്തനം 18-ാം വാക്യം, 78-ാം സങ്കീർത്തനം മുഴുവൻ ഈ കാര്യമാണ് പറയുന്നത്. പല സങ്കീർത്തനങ്ങളിലും ഈ ചരിത്രം ആവർത്തിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. നമുക്ക് 18-ാം വാക്യം വായിക്കാം. അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു, തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചു. അപ്പോൾ കൊതിയെ നിയന്ത്രിക്കാമായിരുന്നെന്ന് എന്ത് മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് ഇനി ദൈവം കുറേ കഴിഞ്ഞപ്പോൾ പറയാൻ പോവാണ്, എല്ലാം ഉണ്ട് പക്ഷെ ചിലതൊന്നും തിന്നണ്ടെന്ന്. ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. എല്ലാം ഉണ്ട് പക്ഷെ ചിലതൊന്നും തിന്നണ്ട, എല്ലാം ഉണ്ട് ചിലതൊന്നും ഉടുക്കണ്ട, എല്ലാം ഉണ്ട് ചില തരത്തിലുള്ള വീട് പണിയണ്ട. ലേവ്യ പുസ്തകത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, ഈ 19-ാം അധ്യായത്തിൽ വന്നപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഈ ജനം ഒരു ടെസ്റ്റും പാസ്സാവില്ല, അതുകൊണ്ട് ഇവരെ കുറച്ച് പരിശീലിപ്പിക്കണം. അതുകൊണ്ട് അവരോട് പറഞ്ഞു, ഇനി വലിയ യാത്രയൊന്നും ചെയ്യണ്ട, തൽക്കാലം യാത്ര ചെയ്തൊക്കെ മതി, സ്റ്റോപ്പ്, ഐ എം ഗോയിങ് ടു ടീച്ച് യു, ഞാൻ നിങ്ങളെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം. ഇനി എവിടെ യാത്രയുള്ളത്?
ഇനി എവിടെയാണ് യാത്രയുള്ളത്? പുസ്തകം അറിയാമോ നോക്കട്ടെ. ബൈബിൾ സർവേ പഠിച്ചവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി എവിടെ യാത്രയുള്ളൂ? ഇനി എവിടെ യാത്ര? ഇനി എവിടെ യാത്ര എന്ന് ചോദിച്ചാൽ എന്ത് മനസ്സിലായി ആർക്കല്ലേ? ഇനി എവിടെ യാത്ര എന്ന് ചോദിച്ചാൽ ഇനി പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം മുതൽ സംഖ്യാപുസ്തകത്തിൻ്റെ 1-ാം അധ്യായം വരെ ദർ ഈസ് നോ യാത്ര, ദർ ഈസ് നോ ജേണി. വല്ലതും മനസ്സിലായോ? പിന്നെന്താ പരിപാടി? പഠിപ്പിക്കൽ. എന്നാ പഠിപ്പിക്കൽ? ന്യായപ്രമാണം അല്ല, ആരാധന. എന്താ പരിപാടി? നിൻ്റെ ഹൃദയം ഒന്ന് ശരിയാകാനായിട്ട്, നീ ദൈവത്തെ വേണ്ട പോലെ മനസ്സിലാക്കാനായിട്ട്, ദൈവത്തെ വേണ്ട പോലെ ആരാധിക്കാനായിട്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ കാണും. ദൈവത്തെ കണ്ട് അവൻ്റെ തേജസ് കണ്ട് അവനെ ആരാധിക്കണമെങ്കിൽ ഒന്നാമത് നിൻ്റെ ഹൃദയം ഒന്ന് നന്നാകണം. ഈ അപ്പത്തിനോടും ഈ വെള്ളത്തിനോടും ഈ ഇറച്ചിയോടും ഈ ഒക്കെ ഉള്ള ആഗ്രഹം ഒന്ന് പോയിട്ട്, ഈ മധുരത്തോടുള്ള ആഗ്രഹം ഒന്ന് പോയിട്ട്, ഇച്ചിരി കയ്പായാലും കുഴപ്പമില്ല, ഇറച്ചി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കർത്താവ് മതി, നീ മാത്രം മതി. പുതിയൊരു പാട്ട് പാടണമെന്ന്. ഇപ്പോൾ പുതിയ കാലത്ത് ഇറങ്ങിയൊരു പാട്ടുണ്ട്, നീ മാത്രം മതി, നീ മാത്രം മതി. ആരും കേട്ടിട്ടില്ല അല്ലേ? കേട്ടിട്ടുണ്ടെങ്കിൽ സ്തോത്രം. നീ മാത്രം മതി എനിക്ക്. അത് പാട്ടിൻ്റെ ലൈനൊക്കെ നിങ്ങളൊന്ന് ഓർക്കണം. യഹോവ എലിയോൻ, അത്യുന്നതൻ അല്ലേ, അവനെപ്പോലെ ആരും ഇല്ല. അങ്ങനെയാണെങ്കിൽ അവൻ മാത്രം മതി, വേറൊന്നും വേണ്ടെന്ന്. എനിക്ക് വേറൊന്നും വേണ്ട, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എന്ന് ആധുനിക കാലത്തൊരു പാട്ടുകാരൻ എഴുതിയതുപോലെ. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തിയവരും ലോകത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവരാണ് ഈ ഗാനം രചിച്ചതും ഇത് പാടിയതും ഈ അനുഭവങ്ങളിലേക്കൊക്കെ കടന്നുപോയതും. അതുകൊണ്ട് കർത്താവ് തീരുമാനിച്ചു ഇനി ഒരു കുറച്ച് കാലത്തേക്ക് ഇവരെ യാത്ര ചെയ്യിപ്പിക്കേണ്ട. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, പുറപ്പാട് പുസ്തകത്തിൽ മുഴുവൻ യാത്രയൊന്നുമില്ല, ലേവ്യ പുസ്തകത്തിൽ ഒരു യാത്രയില്ല, സംഖ്യാപുസ്തകത്തിൽ അല്പം യാത്രയുണ്ട്, ഇനി ബാക്കി യോശുവയുടെ പുസ്തകത്തിലേ ഉള്ളൂ. ആകപ്പാടെ യാത്രയുള്ള പുസ്തകം സംഖ്യാപുസ്തകം. ഞാൻ 5 പുസ്തകങ്ങൾ നിങ്ങളൊന്ന് പരിചയിപ്പിക്കുക. ഉൽപ്പത്തിയിൽ ഇവർ ഒന്ന് അടിമകളായി, പുറപ്പാടിൽ പുറപ്പെടുവിച്ചു, എന്നിട്ട് പിന്നെ പരിശീലന പരിപാടിയാണ്. ഇനി എല്ലാ അധ്യായങ്ങളും ഇത് മനസ്സിലേക്ക് വന്നെങ്കിൽ ന്യായപ്രമാണമൊക്കെ ഒന്ന് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ന്യായപ്രമാണം എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞു, അതിനകത്ത് ആരാധന പഠിക്കാൻ പറഞ്ഞു, അവിടെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു, ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ പഠിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ലേവ്യ പുസ്തകത്തിൽ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞു. ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്കാൻ യാഗമുണ്ട്, വഴിപാടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. ദൈവത്തിനടുക്കൽ എങ്ങനെ ചെല്ലണമെന്ന് പഠിപ്പിച്ചു, ദൈവത്തോടൊപ്പം എങ്ങനെ നടക്കണമെന്ന് പഠിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഏതാണ്ട് ഇനി നമുക്കൊരു ട്രയലോട് അടിക്കാമെന്ന് പറഞ്ഞു. ലെറ്റ്സ് മേക്ക് അനദർ ട്രയൽ. എന്നിട്ട് ജയിച്ചോ? ഇല്ല. എത്ര മാർക്ക് കിട്ടി? ഡബിൾ 0. ഇത്രയും നേരം ഒരു 0 ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പം വീണ്ടും ഒരു വലിയ ആനമുട്ട കിട്ടി. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ നിയമം ഒന്നുകൂടെ ആവർത്തിക്കാം. അതാണ് ആവർത്തന പുസ്തകം. ഞാൻ പഠിപ്പിച്ച പുസ്തകം നിങ്ങൾ കുറേയൊക്കെ അക്ഷരം പഠിച്ചു, പക്ഷേ അക്ഷരം പഠിച്ചു, അർത്ഥം പഠിച്ചില്ല. അക്ഷരം പഠിച്ചു, പക്ഷേ ഇപ്പോൾ കൽപ്പന 10 പറയാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് ചാടി പറയും. പക്ഷേ എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ യാതൊരു. അപ്പോൾ അതുകൊണ്ട് മോശ നിയമം ആവർത്തിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി ഞാൻ മടുത്തു, ഇനി അടുത്ത ആളെ ഏൽപ്പിച്ചേക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആരെ ഏൽപ്പിച്ചു? പിന്നെ യോശുവയാണ് ഇവരെ പതുക്കെ ഈ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഈ പുസ്തകങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഇത്രയും നേരം. യെസ്, കാര്യം പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് ന്യായപ്രമാണം ഇനിയും ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി വരാൻ വേണ്ടി നമുക്ക് അടുത്ത പ്രാവശ്യം ന്യായപ്രമാണവും അതിനോട് ചേർന്ന് സമാഗമന കൂടാരവും പഠിക്കാം. അപ്പോൾ ദൈവം ഇവരെ ഇങ്ങനെ വിടുവിച്ചത് നേരെ പൊക്കിയെടുത്ത് ഒരു ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് കനാനിലേക്ക് ഇടാനല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. നമ്മളൊക്കെ അത് ആഗ്രഹിക്കുന്നത്, രക്ഷിക്കപ്പെട്ട് നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് പോയിരുന്നെങ്കിൽ. ഇല്ല, അതിനിടയ്ക്ക് ഒരു വലിയ പരിപാടിയുണ്ട്. ഈ പരിപാടിയിൽ നമ്മൾ എന്തുമാത്രം കുഴപ്പങ്ങൾ ചെയ്തോ അതെല്ലാം റിവേർട്ട് ചെയ്തിട്ട് എത്രയും നല്ലവനാകണോ, എത്രയും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വരണോ ആ തരത്തിൽ വരാൻ വേണ്ടി നമ്മളൊരു പരിശീലന പരിപാടിയിലാണ് ദൈവം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അവിടെ മാറയുണ്ടാകും, അവിടെ എലിയും ഉണ്ടാകും, അവിടെ രഫിദീം ഉണ്ടാകും, അവിടെ സീൻ മരുഭൂമി ഉണ്ടാകും. ഇവിടെ ദൈവത്തെ അല്ലാതെ വേറെ ഒന്നിനെയും കിട്ടാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാകും. അപ്പം നമ്മൾ പറയുമോ നിന്നോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത്, നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്. അതൊക്കെ അവർ മറന്നുപോയി. ദൈവം അവരുടെ കൂടെ മേഘസ്തംഭത്തിലുണ്ട്, അഗ്നിസ്തംഭത്തിലുണ്ട്. അവർക്ക് വേണ്ടതെല്ലാം അപ്പോൾ നൽകി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചോദിച്ചപ്പോൾ മന്ന കൊടുത്തു, ഇറച്ചി ചോദിച്ചപ്പോൾ കാടപ്പക്ഷിയെ കൊടുത്തു. അവരുടെ കാൽ വീങ്ങിപ്പോയില്ല, അവരുടെ വസ്ത്രം കീറിപ്പോയില്ല. വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. 40 കൊല്ലം ചെരുപ്പ് തേഞ്ഞു പോയാൽ 40 കൊല്ലം കൊണ്ട് എത്ര ജോഡി ചെരുപ്പ് മാറും? കാലെത്ര വലുതാകും?
ഒന്നും മനസ്സിലായില്ല. എത്ര സൈസ് ഡ്രസ്സ് മാറേണ്ടി വരും? വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ദൈവം എവിടെയെല്ലാം അത്ഭുതം പ്രവർത്തിച്ചെന്നറിയാമോ? ഇൻ യുവർ ഡ്രസ്, ഇൻ യുവർ ഫുഡ്, ഇൻ യുവർ ഫുട്വെയർ, എവ്രിവെയർ. നിങ്ങളുടെ ചെരുപ്പിലും നിങ്ങളുടെ വസ്ത്രത്തിലും നിങ്ങളുടെ ആഹാരത്തിലും എല്ലാം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെ പരിചയമുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നത്. ആ ദൈവത്തെ ഒന്ന് പരിചയപ്പെടാനായിട്ടാണ് ദൈവം അവർക്ക് അവസരം കൊടുത്തത്. ഐ എം വിത്ത് യു. വെള്ളം കഴിച്ചെങ്കിൽ കഴിക്കട്ടെ, വെള്ളം ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കട്ടെ, ഈന്തപ്പന ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വെക്കേ. ആർ യു ഫോളോയിങ്? ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? വെള്ളമാണോ വേണ്ടത്? ഈന്തപ്പനയാണോ വേണ്ടത്? മന്നയാണോ വേണ്ടത്? ഇറച്ചിയാണോ വേണ്ടത്? ചിലർ പറയുന്നത് ദൈവത്തെ മതിയെന്ന്. അവർ കൊച്ചു പണ്ട് പറഞ്ഞതുപോലെ, പപ്പ മടങ്ങി വരുമ്പം മോനെ എന്താ കൊണ്ടുവരണ്ടേ? മിഠായി വേണോ? 5 സ്റ്റാർ വേണോ? അതോ എന്താ എക്ലേഴ്സ് വേണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നും വേണ്ട, എനിക്ക് പപ്പായ മതിയെന്ന് പറഞ്ഞു. പപ്പായ ഉണ്ടെങ്കിലേ എക്ലേഴ്സും ഉള്ളൂ, പപ്പായ ഉണ്ടെങ്കിലേ നമ്മളിപ്പോൾ 5 സ്റ്റാർ മതിയെന്നും പറഞ്ഞായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലേ, എക്ലേഴ്സ് ആണെങ്കിലും ജംസ് ആയാലും കുഴപ്പമില്ലെന്നാണ് ചിലർ പറയുന്നത്. ഇനി എക്ലേഴ്സ് ഇല്ലെങ്കിൽ ജംസ് ആയാലും മതിയായിരുന്നു, എന്തെങ്കിലും ഒന്ന് തന്നാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ കർത്താവ് പറയുന്നത്, ഞാൻ എന്നെ തന്നെ നിനക്ക് തരാൻ റെഡിയാ, നിനക്ക് എന്നെ വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത്, വേണ്ട, എനിക്ക് കടം തീർന്ന് കിട്ടിയാൽ മതി, എനിക്ക് എൻ്റെ രോഗം ഒന്ന് മാറി കിട്ടിയാൽ മതി, എനിക്ക് എൻ്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ച് കിട്ടിയാൽ മതി. കർത്താവ് പറയുന്നത്, ഐ എം ഗിവിങ് മൈ സെൽഫ് ഓവർ ടു യു. ഈ കർത്താവിന് ഇവരുടെ കൂടെ കൊണ്ട് നടക്കാനായിട്ടൊരു അവസരം കൊടുക്കുക എന്ന് പറയുന്നത് കുഞ്ഞു കാര്യമാണോ? അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട നമുക്ക് ഇത് തന്നെ, ഇങ്ങനെ ഒരു യാത്രയിലാണ് നമ്മളെല്ലാവരും ഒരു ജീവിത യാത്രയിലാണ്. ഈ യാത്രയ്ക്ക് ഒരു ഡെസ്റ്റിനി ഉണ്ട്. ആ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങളെ വിടുവിച്ച കർത്താവ് തന്നെയാണ്. അവൻ നിങ്ങളെ വിടുവിച്ചെങ്കിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ അവൻ മതിയായവനാണ്. അത് നമ്മൾ വിശ്വസിക്കണം. ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയൊക്കെ വരും, പലതരത്തിൽ വരും. നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത തരത്തിലും നമ്മൾ ചിന്തിക്കാത്ത തരത്തിലും ഒക്കെ ജീവിത സാഹചര്യങ്ങൾ വന്നെന്നിരിക്കും. എന്നാൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇത് ഇവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഒരു 10 അത്ഭുതങ്ങൾ മിസ്രൈമിൽ വെച്ച് ചെയ്തത്. ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഈ കാര്യം? ഇവരുടെ തലയിലൊന്ന് കയറാൻ, അവിടെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ദൈവം പ്രവർത്തിച്ചത്. ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നിങ്ങളെയും കൊണ്ട് ഈ പോകുന്നതെന്നുള്ളത് ഇവരുടെ തലയിലൊന്ന് കയറാൻ വേണ്ടിയാണ്. അല്ല, തെറ്റിപ്പോയി, ഹൃദയത്തിൽ, തലയിലല്ല. എവിടെ കയറാൻ വേണ്ടിയാണ്? ഇവൻ്റെ ഹൃദയത്തിൽ കയറാൻ വേണ്ടിയാണ്. പക്ഷേ ദൈവം സഹായിച്ചത് അവൻ്റെ ഹൃദയത്തിൽ കയറിയില്ല. അതുകൊണ്ട് അവർ ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടെങ്കിലും അവർ പിന്നെയും ദൈവത്തെ വിട്ടു മാറിപ്പോയി. പലപ്പോഴും അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. സങ്കീർത്തനങ്ങൾ വായിക്കണം. 70 മുതലുള്ള സങ്കീർത്തനം അങ്ങോട്ട് വായിച്ചാൽ എല്ലാം ഹിസ്റ്റോറിക്കൽ സാംസാണ്, ചരിത്രം ബന്ധിച്ചുള്ള സങ്കീർത്തനങ്ങളാണ്. അതിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ പിന്നെയും കുറഞ്ഞ് താണുപോയി, ദൈവം പിന്നെയും അവരെ സഹായിച്ചു, പിന്നെയും കുറഞ്ഞവർ താണുപോയി. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗ്രാഫ് വരച്ചാൽ, ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഗ്രാഫ് വരച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് വലിയ ഹൈറ്റ്സിലാണ്. അന്നേരം ആരെങ്കിലുമൊക്കെ ഒന്ന് ക്ലാസ് എടുത്ത് കാണും, അല്ലെങ്കിൽ മഞ്ഞ പൊഴിഞ്ഞ് കാണും. അപ്പോൾ നമ്മൾ സീലിംഗ് ചെന്ന് ഇടിച്ചു. അത് കഴിഞ്ഞിട്ടെങ്കിൽ താഴേക്ക് വന്ന് ഈ ട്രഫ് ഏറ്റവും താഴെ വന്നു. പിന്നെയും അടുത്തൊരാൾ വന്ന് തറയിൽ വീണ് കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഒരു ഉണർവ്യോഗം വെച്ചു, പിന്നെ വെച്ചിട്ട് പൊക്കത്തിലേക്ക് വന്നു. ആ ഉണർവ്യോഗത്തിന് വന്ന ആളുടെ അത്രയും പൊങ്ങിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെയാണ് ചെയ്ത് പൊക്കം കുറവായതുകൊണ്ട് ഇത്രയും ചില പൊങ്ങുള്ളായിരിക്കും. കുറച്ചുകൂടെ ഹൈറ്റുള്ള ആരായിരുന്നു മോള് വരെ പോയേനേയും. പിന്നെ ആളങ്ങ് പോയപ്പോഴത്തേക്ക് ഇതേ കിടക്കുന്നു ഡിങ്. അത് കഴിഞ്ഞ് പിന്നെയും പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെയൊന്നും പോയാൽ ഒക്കുകയില്ല, നമുക്ക് ഒരു രഫീ ദ്വീപിലേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞു. പാസ്റ്റർ പിന്നെ വളരെ കഷ്ടപ്പെട്ട് ആരെയും വിളിക്കും, ഒന്നിനെയും വിളിക്കാൻ കൊള്ളാവുന്നത് ഇല്ല. അവസാനം തെരഞ്ഞു പിടിച്ച് ഒരുത്തിനെ കൊണ്ടുവന്നു. ഒരച്ചിലൂടെ ഗ്രാഫ് ഒന്ന് കയറി, വീണ്ടും ഗ്രാഫ് താഴേക്ക് ഇറങ്ങി. ഇത് പോരാ, ഇതല്ല. നമുക്ക് ഈ ഇങ്ങനെ വരുന്ന നമ്മളെ ഇങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്യുന്ന ഒരാളെ അല്ല വേണ്ടത്. വി നീഡ് എ ലോർഡ് ഹു ഈസ് സ്റ്റഡി. ഇന്നലെ ഇന്നും എന്നേക്കും മാറാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന യഹോവയായ ഞാൻ മാറാത്തവൻ. എനിക്ക് നുണ പറയാൻ പറ്റുകയില്ല, ഞാൻ നിങ്ങളെപ്പോലെ ഒരുത്തനല്ല. അങ്ങനെ ഒരുത്തനെ നമ്മളെ വിടുവിച്ചു എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഈ ഒരു വലിയ അനുഭവത്തിലേക്ക്, ഈ ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നത് ഓർത്ത് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങൾ നിൻ്റെ നാമത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം ഫറവോൻ്റെ ആധിപത്യത്തിൽ നിങ്ങളെ വിടുവിച്ച വലിയ കരുണയോർത്ത് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവേ പ്രൊവൈഡ് ചെയ്യുവാൻ തക്കവണ്ണം നീ യഹോവേ ഈരയാണെന്ന് ഞങ്ങൾ അറിയുന്നു. നീ ഞങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്, നീ ഞങ്ങളുടെ കൊടിയാണ്. അമാലേക്ക് യുദ്ധത്തിന് വന്നാൽ നീ കർത്താവ് ഞങ്ങൾക്ക് ജയം നൽകുന്നവനാണ്. നീ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നീ ഞങ്ങൾക്ക് മുമ്പായിട്ട് ചെന്ന് വാതിലുകളെ തുറക്കുന്നവനും കർത്താവെ ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമായ ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. ഞങ്ങൾ നിന്നെ മുറുകെ പിടിക്കുന്നു. ഞങ്ങൾക്ക് നീ മാത്രം മതി, നീ മാത്രം ഞങ്ങൾക്ക് എല്ലാറ്റിനും മതിയായവൻ. ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നീ മാത്രം മതി, നീ മാത്രം മതി,
നീ മാത്രം മതി എനിക്ക്, നീ മാത്രം, നീ മാത്രം, നീ മാത്രം മതി യഹോവ ദാതാവാം ദൈവം, നീ മാത്രം മതി യഹോവ രാഫ സൗഖ്യ പിന്നാടി പിണരാൽ യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ നീ മാത്രം. ആമേൻ, ഹല്ലേലൂയ. മതി, നീ മാത്രം മതി, മാത്രം മതി യേശു മാത്രം മതി.